പേര് ജോയി എന്നാണെങ്കിലും പോയ 42 വർഷങ്ങളിൽ പ്രാരാബ്ധപ്പാടിൽ സന്തോഷമറിയാത്തൊരു അടിസ്ഥാനവർഗ മനുഷ്യൻ ജീവനോടെയോ അല്ലാതെയോ അഴുക്കിൽ പൂണ്ടുകിടക്കാൻ തുടങ്ങിയിട്ട് ആ മനുഷ്യനെ ഒരു സുരക്ഷയുമില്ലാതെ അഴുക്കിന്റെ മുടിഞ്ഞറകളിലേക്ക് കൊലയ്ക്ക് കൊടുക്കാൻ ഇറക്കി വിട്ടിട്ട് മണിക്കൂർ 32 ആ നാശം പിടിച്ച മണിക്കൂറുകളിൽ കേരളം കാണുന്നത് എത്ര കോരി പുറത്തേക്ക് ഇട്ടാലും തീരാത്ത അനന്തമട്ടിൽ അട്ടിയുറഞ്ഞ് പാറ പോലെ കിടക്കുന്ന തലസ്ഥാന നഗരത്തിന്റെ അഴുക്ക് മാത്രമല്ല, നാടിന്നേ വരെ കാണാത്തൊരു രക്ഷാദൗത്യം മനുഷ്യസാധ്യമായതിന്റെ പരമാവധി കൂടിയാണ്. ഒരത്താഴ പട്ടണിക്കാരനെ അഴുക്കിൽ വീണ് കാണാതെ പോയെന്ന ഏങ്ങലിന്റെ ആദ്യ മണിക്കൂറിൽ തന്നെ എത്തി മനുഷ്യത്വ വിരുദ്ധ പരകോടിയിൽ ദക്ഷിണ റെയിൽവേയുടെ കൈകഴുകൽ വാറോല. ആ മനുഷ്യനാരെന്ന് ഞങ്ങൾക്കറിയില്ല, ഞങ്ങളല്ല ഉത്തരവാദി, കാരണക്കാർ നഗരസഭ. ഒരു റെസ്ക്യൂ പ്ലാൻ ഇല്ലാതെ, ഒരു PP കിറ്റ് ഇല്ലാതെ, ഒരു സ്റ്റാൻഡ് ബൈ ടീമില്ലാതെ അളിഞ്ഞ അഴുക്കുമലയിലേക്ക് റെയിൽവേ കൊടുത്ത കരാറുകാരൻ ആ പരമസാധുവിനെ കൊലയ്ക്ക് കൊടുക്കാൻ ഇറക്കി വിട്ടിട്ടാണ് കൈ കഴുകാൻ വായ്ത്താളമെങ്കിൽ മര്യാദകേടാണ്. ആ തുരങ്കത്തിനകത്ത് ക്യാമറ കണ്ടത് നിങ്ങൾ തുറന്നുവിട്ട കക്കൂസിന്റെ പൈപ്പാണെങ്കിൽ അക്ഷരം തെറ്റാതെ വിളിക്കണം തെമ്മാടിപ്പണി. തുരങ്കത്തിൽ പ്രാണന്റെ തുള്ളിയുണ്ടോ എന്ന് ആദ്യപ്പെട്ട മണിക്കൂറിൽ വണ്ടിയിൽ വന്നിറങ്ങിയ നഗരാധിപയുടെ ആദ്യ പ്രതികരണം രക്ഷാപ്രവർത്തനം സജ്ജമാണെന്നല്ല, അവസരം മുതലെടുത്ത് അധികാര സ്വരൂപത്തെ പഴിക്കേണ്ടെന്ന മാധ്യമ ക്ലാസ്സാണ്. മേയർ സാറേ, ഔചിത്യമെന്നൊരു വാക്കുണ്ടത് കേട്ടതാണോ? അത്തപ്പാടി ഒരു മനുഷ്യനെ ഇട്ടുകൊടുത്തതിന്റെ കുറ്റഭാരം പരസ്പരം മണ്ടക്കടിച്ച് കാണുന്നവരെ മണ്ടന്മാരാക്കി മുഖത്തെ കാഞ്ഞു തുപ്പിയതിനു ശേഷമാണ് ഏകോപനം. അഴുക്കിൽ വീണത് ഒരു അത്താഴ പട്ടിണിക്കാരൻ അല്ലെങ്കിൽ ഒരു VIP ആണെങ്കിൽ ആദ്യ മണിക്കൂറിൽ അങ്ങനെ ചേരിപ്പോരി നടത്താൻ ധൈര്യപ്പെടുമായിരുന്നു അധികാരികൾ. ആ ജീവൻ നഷ്ടമായ ഉത്തരവാദികൾ നിങ്ങളാണ്, സിസ്റ്റമാണ്. ഇനി മന്ത്രിയും മേയറും പറയും മട്ടിൽ കുറ്റമത്രയും റെയിൽവേക്കാണെങ്കിൽ ആ 200 മീറ്ററിന് അപ്പുറം ഇപ്പുറം എന്താ അഴുക്കെന്ന് കേൾക്കാത്ത ശുദ്ധജല പ്രവാഹമാണോ? മണ്ണാങ്കട്ടയാണ്. ആമേഴിഞ്ചാൻ തോട്ടിൽ കോടികൾ കലക്കിയിട്ടും തുടക്കമൊടുക്കം കറുത്തൊഴുകുന്ന ഒരു മാലിന്യവാഹിനി. ആ നഗരമധ്യത്തിൽ ടൺ കണക്കിന് അഴുക്ക് പാറ പോലെ അടിഞ്ഞിട്ടും വാർത്തകൾ പരമ്പര വന്നിട്ടും മൂടിവെച്ച സ്ലാബുകൾക്കടിയിൽ ഒരു വിളപ്പിൽശാല കാണാതെ പോയെങ്കിൽ റെയിൽവേ അല്ല, നഗരസഭയാണ്, സർക്കാരാണ്. ഏകോപനമില്ലാതെ 10 വഴിയിൽ ചിതറി നിൽക്കുന്ന 100,000 ഏജൻസികൾ. ആ മനുഷ്യന്റെ അമ്മയുടെ തോരാക്കണ്ണീരിന് സമാധാനം പറയണം. അവിടെ പുളയ്ക്കുന്ന കൊഴുത്ത പെരിച്ചാഴികൾക്കും ചത്ത എലികൾക്കും സാനിറ്ററി പാടുകൾക്കും ഇടയിൽ നാറ്റം കേട്ടാൽ ഓക്കാനം വരുന്നൊരു തീട്ടക്കുഴിയിൽ ഒരു വിലപ്പെട്ട പ്രാണനെ തിരഞ്ഞ് മണിക്കൂറത്രയും മുങ്ങിക്കിടക്കുന്ന അഗ്നിരക്ഷാ സേനാംഗങ്ങളെ നിങ്ങൾക്ക് മാത്രമാണ് ആദരവ്. കെട്ടിപ്പിടിച്ചുമ്മകൾ, സ്നേഹാഭിവാദ്യങ്ങൾ. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടർ പ്രൈമിലേക്ക് സ്വാഗതം. വേസ്റ്റ് എല്ലാം വരുന്നത് പല ഭാഗത്തുള്ള ട്രിവാൻഡ്രം സിറ്റിയുടെ ഭാഗത്തു നിന്ന് ഈ തോടിലോട്ട് വരികയാണ്. ഞങ്ങൾ അവിടെ മെഷ് കെട്ടിയിട്ട് മാത്രമാണ് കുറെയെങ്കിലും ആ കംപ്ലീറ്റ് വേസ്റ്റ് ഇങ്ങോട്ട് വരാത്തത്. എല്ലാം വന്നു കഴിഞ്ഞാൽ ഓരോ ഇതെന്താന്ന് പറഞ്ഞാൽ നല്ലപോലെ വെള്ളം വരുമ്പോഴത്തേക്ക് ഇതെല്ലാം ഇങ്ങോട്ട് വരികയാണ്. അപ്പൊ ഇതിനടിയിൽ നമ്മൾക്ക് ലിമിറ്റേഷൻ ഉണ്ട്. ഞങ്ങൾക്ക് ഈ കംപ്ലീറ്റ് ഈ ബിറ്റ്വീൻ ഒരു 10 ഒരു 60 മീറ്ററിന്റെ ഇടയിൽ ഞങ്ങൾക്ക് പോകാൻ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ എക്സ്പേർട്ട് അല്ല, അത് ചെയ്യണമെങ്കിൽ അവർ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ റെയിൽവേയുടെ ഒരു നല്ല ഉദ്ദേശത്തിൽ കൂടി ഞങ്ങൾ ചെയ്തത് ഇതാണ്. അപ്പോൾ ഇതൊരു കോർപ്പറേഷൻ ലെവലിൽ ഒരു കോർഡിനേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നമ്മൾക്ക് ഒരു ട്രിവാൻഡ്രം സിറ്റിക്ക് ഒരു പോസിറ്റീവായിട്ട് ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. റെയിൽവേ പറയുന്നത് റെയിൽവേയുടെ മാലിന്യങ്ങൾ അവർക്ക് സംസ്കരിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ട് എന്നവർ പറയുന്നു. അത് തെളിവ് സഹിതം കാണിക്കാൻ റെയിൽവേ തയ്യാറാണോ? 2 തരം മാലിന്യങ്ങളുണ്ടല്ലോ, ഒന്ന് സോളിഡ് വേസ്റ്റ് ആണ്. ഇന്നലെ നമുക്കറിയാം 3ാമത്തെ പ്ലാറ്റ്ഫോമിന്റെ അവിടെ നമ്മൾ ആ റോബോട്ടിക് മിഷൻ വെച്ച് ആ പ്ലാറ്റ്ഫോം ആ മാൻഹോൾ തുറന്ന് പരിശോധിക്കുമ്പോൾ റെയിൽ നീർ എന്ന് പറയുന്ന റെയിൽവേയുടെ ബ്രാൻഡഡ് ആയിട്ടുള്ള കുപ്പിവെള്ളത്തിന്റെ കുപ്പിയടക്കം, ആ മിനറൽ വാട്ടറിന്റെ കുപ്പിയടക്കമാണ് നമ്മുടെ എല്ലാവരുടെയും കൺമുന്നിൽ നിന്ന് അത് എടുത്തു മാറ്റുന്ന കാഴ്ച നമ്മൾ കണ്ടത്. അപ്പൊ ഇതൊരു ബോധപൂർവമായി റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് മാലിന്യ സംസ്കരണ രംഗത്ത് ഒരു ഇടപെടലും നടത്താതെ അതിനു പകരം ഇത്തരത്തിലുള്ള വിഷയങ്ങൾ, ഇത്തരം ഈ ജലാശയങ്ങൾ അത് വൃത്തിഹീനമാക്കുന്നതിന് അവരുടെ ഭാഗത്തു നിന്ന് നടപടികൾ ബോധപൂർവമായി ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള പരിശോധന അടക്കം നഗരസഭ ചെയ്യും. ട്രെയിൻ കഴുകിയ മാലിന്യം അടക്കം, അതായത് വാഷ് ചെയ്യുന്ന മാലിന്യം അടക്കം, ഫീക്കൽ വേസ്റ്റ് മനുഷ്യ വിസർജ്യം അടക്കമുള്ള മാലിന്യങ്ങൾ സംസ്കരിക്കാൻ ETPO STPO അടക്കമുള്ള ഏതെങ്കിലും സംവിധാനം ഈ തിരുവനന്തപുരത്ത് റെയിൽവേക്ക് കാണിച്ചു തരാൻ വേണ്ടി പറ്റുമോ? CPI കൗൺസിലർ ശ്രീ ഉണ്ണി ചാല, ശ്രീ JR പത്മകുമാർ, ശ്രീ SJ സഞ്ജീവ് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആൻഡ് റിസർച്ച് കൗൺസിലിന്റെ പ്രതിനിധിയാണ്, ശ്രീ MK ഹരിദാസ് പ്രോപ്പർ ചാനൽ പ്രതിനിധി എന്നിവർ ചർച്ചയിൽ ചേരുന്നു. അതിനു മുൻപ് നമ്മൾ കാണാത്ത സമാനതകളില്ലാത്ത ഒരു രക്ഷാദൗത്യം അവിടെ പുരോഗമിക്കുകയാണ്. എനിക്ക് തോന്നുന്നു രാത്രി ഇരുട്ടാണ്. സ്കൂബ സംഘത്തിന് അവരുടെ രാവിലെ 6 മണി മുതൽ തുടങ്ങുന്ന ആ പ്രവർത്തനം തുടങ്ങാൻ നിർവാഹമില്ല എന്നാണ് തോന്നുന്നത്. അവർ തൽക്കാലം അവസാനിപ്പിക്കുന്നു. ഷഫീദ് റാവുത്ത് ചേരുന്നു. ഷഫീദ്, ഓർക്കണം, ഇന്നലെ രാത്രി വൈകിപ്പോയ അതേ സംഘം രാവിലെ 6 മണി മുതൽ തുടങ്ങിയതാണ്. ഈ സമയം അത്രയും ഇടയ്ക്ക് ഭക്ഷണം കഴിക്കാൻ എന്തോ 10-15 മിനിറ്റ് മാറ്റി നിർത്തിയാൽ ഈ സംഘം ഈ പറയുന്ന അഴുക്കിൽ കിടക്കലാണ്. അങ്ങനെ ഒരു സംഘത്തിന് അഴുക്കിൽ കിടക്കേണ്ടി വരുന്നത് കേരളത്തിന് നാണക്കേടാണ്, അത് മറ്റൊരു കാര്യം. പക്ഷേ അവരുടെ ആ പ്രവർത്തനത്തെ എത്ര പ്രകീർത്തിച്ചാലും അത് നിസ്തുലമാണ്, അങ്ങേയറ്റം നിസ്തുലമാണ്. ഷഫീദ്, രക്ഷാപ്രവർത്തനത്തിന്റെ അപ്ഡേറ്റ് എന്താണ്?
ഹഷ്മി സൂചിപ്പിച്ചതുപോലെ പടുകുഴിയിൽ, മാലിന്യക്കുഴിയിൽ, മാലിന്യക്കുണ്ടിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും സ്ക്യൂബ ഉദ്യോഗസ്ഥരും ഇപ്പോൾ ഹഷ്മി നമ്മുടെ DRM മനീഷ് താപ്ലിയാർ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. കുറച്ച് മുൻപാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട പഴിചാരലൊക്കെ കണ്ടത്. ഇപ്പോൾ അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നു. As you are all aware, an unfortunate incident has happened. We are aware that from the upstream, lot of muck and debris is there. We can see that we have cleared about 5 or 6 loads of debris, which we can see here. Much more cleaning needs to be done. We will have it organized in consultation with the corporation. Some specialized cleaning of the canal will also be required. So we are in discussions with the corporation and we'll find a way and get everything cleaned up very fast. So this is a disaster moment and corporation and railway having fight with each other. No. There is no fight with each other. There is no fight with each other. As you have seen that some waste is getting dumped in the storm waters. Normally you would not expect such kind of garbage in the water, but unfortunately this garbage is there, and that garbage is kind of choking the canal. So there is no fight as such. Together we will solve it out and get the canal clean. Sir, one doubt, is railway getting a notice from corporation about the waste cleaning? We are always in discussions and dialogue, and this time earlier the corporation used to do the cleaning. So this time we have also started to do the waste cleaning. As you can see that waste which is dumped here. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. ഹഷ്മി, അതാണ് ഈ DRM റെയിൽവേ DRMന്റെ പ്രതികരണം. അദ്ദേഹം കടുപ്പിക്കുന്നില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാഷ്യത്തിലുമുണ്ട് നഗരസഭയിലേക്ക് ഒരു പഴിചാരൽ. അങ്ങനെ ഉദ്യോഗസ്ഥർ പഴിചാരുമ്പോൾ പടുകുഴിയിൽ ഫയർഫോഴ്സ് അതേപോലെ തന്നെ സ്ക്യൂബ ഡൈവിംഗ് സംഘം കഴിഞ്ഞ 32 മണിക്കൂറിലധികം സമയം ആ മനുഷ്യർ ഈ നഗരം ഒഴുക്കിവിട്ട മാലിന്യ കൂമ്പാരത്തിൽ അടിയിൽ കിടക്കുകയാണ്. അവരിപ്പോഴും ആ തിരച്ചിൽ അവസാനിപ്പിച്ചെങ്കിലും അത് ഇന്ന് രാത്രിയിലേക്ക് മാത്രമാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉദ്യോഗസ്ഥരുടെ അല്ലെങ്കിൽ നഗരസഭയും റെയിൽവേയും തമ്മിൽ പഴിചാരുമ്പോൾ ഒരു മനുഷ്യൻ, അതായത് ഒരു സാധാരണക്കാരനായ മനുഷ്യൻ ജീവന് വേണ്ടി അല്ലെങ്കിൽ അദ്ദേഹം ജീവിക്കാൻ വേണ്ടിയിട്ട് ഈ നഗരത്തിലേക്ക് വന്നതാണ്. കേവലം 1500 രൂപയ്ക്ക് വേണ്ടി നമുക്ക് അദ്ദേഹത്തിൻ്റെ കുടുംബ പശ്ചാത്തലം നമ്മൾ കണ്ടതാണ്. ജോയിയുടെ അദ്ദേഹം എവിടെ, അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു, അദ്ദേഹം അഴുക്കുചാൽ എവിടെയുണ്ട് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അത് ഫയർഫോഴ്സിൻ്റെ വീഴ്ചയല്ല. ഇപ്പോഴും എടുത്തു പറയുന്നു, ആദ്യഘട്ടത്തിൽ നഗരസഭ കൃത്യമായ ഇടപെടലൊക്കെ നടത്തി. പക്ഷേ ഇത് ആരുടെ ഉത്തരവാദിത്തം? അങ്ങനെ മാലിന്യം കുന്നുകൂടി തിരുവനന്തപുരം നഗരത്തിൻ്റെ ഏറ്റവും ഹൃദയഭാഗത്ത് മാലിന്യം കുന്നുകൂടിയിട്ടും കാണാതെ പോയ അധികാരവർഗം റെയിൽവേ, അവർക്കാണ് ഇതിൻ്റെ പഴി. ഏതായാലും ഇന്നത്തെ അന്വേഷണം, ഇന്നത്തെ തിരച്ചിൽ അത് അവസാനിപ്പിക്കുകയാണ്. എന്തായാലും ഇത് കേരളം ഒന്നാകെ തുറന്നു കാണുന്നതാണ്. മനുഷ്യ വിസർജ്യം ഇടയ്ക്ക് ആ ക്യാമറ പോകുമ്പോഴേക്കും അതിനുള്ളിൽ ഒരു കക്കൂസ്, 2 പൈപ്പുകൾ, ഒന്ന് പൊട്ടി ഒലിക്കുന്നു, ഒന്ന് ഒരടപ്പുമില്ലാതെ കക്കൂസിൽ നിന്നുള്ള നേരിട്ട് മനുഷ്യ വിസർജ്യങ്ങൾ ആ ടണലിലേക്ക് ഇറങ്ങുന്ന നമ്മൾ ആ ദൃശ്യങ്ങൾ ലൈവായി നേരിട്ട് കണ്ടതാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആ അടക്കമുള്ള വെള്ളത്തിലാണ് ഈ പറയുന്ന 10-26 മനുഷ്യർ ഈ മണിക്കൂറുകളിൽ മുഴുവൻ നിൽക്കുന്നതെങ്കിൽ അവർ സല്യൂട്ട് അർഹിക്കുന്നുണ്ട്. ശ്രീ ഹരിദാസ്, ഈ മനുഷ്യർ അവിടെയാണ്. ആ മനുഷ്യരുടെ ഒരു ജീവനെ തേടിയുള്ള പ്രതിബദ്ധത മാത്രമല്ലേ ഇക്കാര്യത്തിൽ അഭിനന്ദിക്കാനുള്ളൂ. ശ്രീ ഹരിദാസ്, നോക്കൂ, ഇവിടെ ഒരു പരമസാധു മനുഷ്യൻ ഇന്നലെ രാവിലെ പോയതാണ്. ഇന്ന് രാത്രിയാണ് റെയിൽവേയുടെ ഉത്തരവാദിത്തപ്പെട്ട ആൾ എന്തെങ്കിലും ഒന്ന് വാ തുറന്ന് മൊഴിയുന്നത്. നേരത്തെ ADRM വന്ന് ഇല്ലാത്ത കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് പോയി. എം.കെ. ഹരിദാസ്, നമ്മൾ ഈ മണിക്കൂറുകളിൽ കടന്നു പോകുന്നത് എത്രത്തോളം ദാരുണമായ സംഭവവികാസങ്ങളിലൂടെയാണ്? നമ്മൾ ദാരുണമായ സംഭവവികാസങ്ങളിലൂടെ കടന്നു പോകുന്നതിനേക്കാൾ ഹാഷ്മിയെ പോലുള്ളൊരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ പറയേണ്ട ഒരു വാക്കുണ്ട്. അതായത് എത്രയും അപകടം നിറഞ്ഞ ചുറ്റുപാടിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് എന്നുള്ളത് കൂടി പറയണം. അങ്ങ് ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ളത് ഒരു ബിഗ് സല്യൂട്ടാണ്. ഒരു ബിഗ് സല്യൂട്ടിലൊന്നും നിൽക്കുന്ന പ്രശ്നമല്ല അവിടെ. കാരണം അവർ പോലും സുരക്ഷിതരല്ലാതെയാണ് ഇപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരിൽ എത്ര പേർക്ക് തിരിച്ച് കയറി അവരുടെ വീടുകളിലേക്ക് എത്താൻ പറ്റുമെന്നുള്ളത് ഓർക്കാതെ അവരെ ഒരു ജീവൻ ഇനിയും രക്ഷിക്കാൻ പറ്റുമെന്നുള്ള നിലയിൽ അവർ കാണിച്ചു കൂട്ടുന്ന ഈ പ്രക്രിയയെ കേരളത്തിലെ എല്ലാ സാധാരണക്കാരായ ജനങ്ങൾക്കും വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്, ശതകോടി നമ്മൾ പറയില്ലേ ബിഗ് സല്യൂട്ടുകൾ കൊടുക്കണം. ഒരു ചക്രവർത്തിയും 20 നാട്ടുരാജാക്കന്മാരും വാണരുളുന്ന ഭരണസിരാ കേന്ദ്രത്തിൻ്റെ ദയനീയ സ്ഥിതിയാണ് ഹാഷ്മി. ഈ അവസ്ഥയിലൂടെ കേരളത്തിലെ ജനങ്ങൾ കാണുന്നത്. എന്താണ് നാണമില്ല ഇവർക്ക്? ഇതാണോ ഭരണം എന്ന് പറയുന്നത്? ഒരു ഭരണസിരാ കേന്ദ്രത്തിൻ്റെ മാലിന്യത്തിൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ കേരളത്തിൻ്റെ സാധാരണ സ്ഥലങ്ങളുടെ സ്ഥിതി എന്തായിരിക്കും എന്നതിനെ കുറിച്ചിട്ട് ഇവിടെ ഭരിക്കുന്നവർക്ക് എന്ത് ചുക്കും ചുണ്ണാമ്പുമാണ് അറിയുക?
അങ്ങേയറ്റം ദയനീയമായി പോയി. കാരണം ഈ ജോയി എന്ന് പറയുന്ന മനുഷ്യൻ ഈ ജോലിക്ക് ഇറങ്ങുന്നത് ഇതൊരു വൈറ്റ് കോളർ ജോബാണ്, ഇത് എനിക്ക് കാല് നനയണ്ട കൈ നനയണ്ട എന്ന് വിചാരിച്ചിട്ടല്ല ആ പാവം ഈ ജോലി ഏറ്റെടുത്തിരിക്കുന്നത്. അതിൻ്റെ കുടുംബം പുലർത്താൻ വേണ്ടിയിട്ട് നമ്മുടെ മലമൂത്ര വിസർജനാദികളിൽ ഇറങ്ങിക്കൊണ്ട് അത് ക്ലീൻ ചെയ്തിട്ട് ഇവിടുത്തെ നമ്മളെപ്പോലുള്ള തമ്പ്രാക്കന്മാർക്ക് ഞെളിഞ്ഞ് നടക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് നമ്മൾക്ക് ഇനിയും മലമൂത്ര വിസർജനങ്ങളൊക്കെ നടത്തിയിട്ട് ഇത്തരം തോടുകളിലേക്ക് ഒഴുക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാവത്തിൻ്റെ ജീവൻ ഞാൻ മൂപ്പിക്കുന്നില്ല. ഇത് അങ്ങേയറ്റം അപലപനീയമായി പോയി. പരസ്പര ധാരണയില്ലാതെ പരസ്പരം ഈ പഴിചാരുന്നവരെയുണ്ടല്ലോ അവരെയൊക്കെ ഈ ക്രിമിനൽ കേസിൽ പെടുത്തിക്കൊണ്ട് കേസെടുക്കുകയാണ് വേണ്ടത്. ഹാഷ്മിക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല, ഈ കോഴിക്കോട് മാൻഹോളിൽ ഇറങ്ങിയ 2 യുവാക്കൾ, അവരുടെ പേരെനിക്ക് നല്ല ഓർമ്മയുണ്ട്, റിനീഷ്, അശോകൻ. ഈ 2 പേരും മരിച്ചൊരു സംഭവം 2015 ഉണ്ടായി. ആ സംഭവം ഉണ്ടായി കഴിഞ്ഞപ്പോൾ നമ്മുടെ ദുരന്ത നിവാരണ അതോറിറ്റി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു വസ്തു കിടന്നിട്ട് ഉറങ്ങുന്നുണ്ട്. ഹാഷ്മിക്ക് അറിയാമെന്നാണ് തോന്നുന്നത്. അന്ന് ഈ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഒരു ചർച്ചയിൽ വന്നിരുന്ന് പറഞ്ഞത് എന്താണെന്നറിയോ? അന്ന് ഇങ്ങനെ ഒരാളുണ്ടെന്ന് ഞാൻ അന്നാണ് അറിഞ്ഞത്. അതായത് ഇത്തരം മാൻഹോളിലും ഇത്തരം ക്ലീനിങ്ങിനും ഇറങ്ങുമ്പോൾ കൃത്യമായ പാലിക്കാൻ വേണ്ടിയിട്ട് 135 പേജുള്ള ഒരു ഗൈഡ് ലൈൻസ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒരു ഗൈഡ് ലൈൻസ് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഉത്തരവാദിത്വം കഴിഞ്ഞുല്ലോ. അത് പ്രാവർത്തികമാക്കുന്നുണ്ടോ എന്ന് നോക്കാൻ അവർക്ക് ഉത്തരവാദിത്വമില്ല. അപ്പോൾ അതോടുകൂടിയിട്ട് എന്തായി? ദുരന്ത നിവാരണ അതോറിറ്റി കൈ കഴുകി. അവിടെ 2 പേര് മരിച്ചു. അത് കഴിഞ്ഞ് കുസാറ്റിൽ 4 കുട്ടികൾ മരിച്ചു. 4 കുട്ടികൾ മരിച്ചിട്ടുള്ള ആ ദുരന്തത്തിലും ഇതുമാതിരിയൊരു ചർച്ചയിലെ മറ്റൊരു മാന്യൻ ഈ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ലക്ഷങ്ങൾ കൈപ്പറ്റുന്ന ഒരു മാന്യൻ വന്നിരുന്നിട്ട് പറയുന്നത് കേട്ടു, ഇത്തരം ആൾ കൂടുന്ന സ്ഥലങ്ങളിൽ പാലിക്കേണ്ട വിവരങ്ങളെ കുറിച്ചിട്ട് ഞങ്ങൾ 96 പേജുള്ള ഒരു ഗൈഡ് ലൈൻസ് നൽകിയിട്ടുണ്ട്. അത് കൃത്യമായിട്ട് പാലിച്ചിരുന്നുവെങ്കിൽ ഈ 4 മരണം നടക്കുകയില്ലായിരുന്നു. ഇപ്പം എനിക്ക് ഉറപ്പുണ്ട് അത്തരത്തിലുള്ള ദുരന്ത നിവാരണ അതോറിറ്റിയിൽ ഒരാളെ ഈ ചർച്ചയിൽ കൊണ്ടുവന്നിരുത്തിയാൽ അദ്ദേഹം പറയും, ഇത്തരത്തിലുള്ള തോടുകളിൽ ഇറങ്ങുമ്പോൾ പാലിക്കേണ്ടതായിട്ടുള്ള മുൻകരുതലുകളെ കുറിച്ചിട്ട് ഞങ്ങൾ ഇറക്കിയ ഗൈഡ് ലൈൻസ് വായിക്കാത്തത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായത്. അപ്പോൾ കുറേ ഫയലിലെ കുറേ ഗൈഡ് ലൈൻസ് സുഖമായിട്ട് ഉറങ്ങുമ്പോൾ ഇത്തരം പാവങ്ങളെ ബലിയാടുകളാക്കിക്കൊണ്ടിട്ട് നമ്മുടെ നഗരം വൃത്തിയാക്കാമെന്ന് ധരിക്കുന്ന നമ്മുടെ ഈ കോർപ്പറേഷൻ്റെ ഇത്തരത്തിലുള്ള ധാർഷ്ട്യമുണ്ടല്ലോ. രാത്രി ഓടുന്ന ഒരു ബസ്സിലിരുന്നു കൊണ്ട് ലൈംഗിക ചേഷ്ട കാണിക്കുകയും മോട്ടോർ വാഹന നിയമങ്ങൾ ലംഘിക്കുകയും ചെയ്ത ഒരു ഡ്രൈവറുടെ നേരെ തൻ്റെ വാഹനം കുറുക്കയിട്ടുകൊണ്ട് നടപടിയെടുക്കാൻ വേണ്ടി തയ്യാറായ ഒരു കോർപ്പറേഷൻ മേയറുടെ മൂത്ത് പഴുത്ത് പാകമാവാത്ത ഒരു കോർപ്പറേഷൻ മേയറുടെ മൂക്കിന് താഴെ ഈ മാലിന്യ കൂമ്പാരം ഒഴുകുന്നത് ഞാൻ കഴിഞ്ഞ ആഴ്ച തിരുവനന്തപുരത്ത് പോയപ്പോൾ ഈ കാഴ്ച കണ്ടു. ഈ തോട്ടിലൂടെ തുടക്കം മുതൽ അവിടെ നിന്ന് 3-4 കുറച്ച് സമയം കഴിയുമ്പോഴേക്കും കറുത്തഴുകുന്ന കാര്യം നമ്മൾ എക്കാലവും പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ ഈ ജീവന്റെ ഉത്തരവാദി ആരെ എന്ന് ചോദിക്കുമ്പോൾ അതൊരു പക്ഷേ മേയറുടെ മണ്ടയ്ക്ക് മാത്രം വെക്കാൻ പറ്റില്ല. ശ്രീ ഹരിദാസ്, ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശ്രീ ജെ ആർ പത്മകുമാർ, ഇവിടെ ഇത് റെയിൽവേയുടെ അധീനതയിലുള്ള സ്ഥലമാണെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇത് റെയിൽവേയുടെ അധീനതയിലുള്ള സ്ഥലമാണെന്ന കാര്യത്തിൽ തർക്കമില്ല. അവിടെ ക്ലീനിങ് നടത്തേണ്ടത് റെയിൽവേ ആണെന്ന കാര്യത്തിൽ തർക്കമില്ല. അവിടെ ക്ലീനിങ് നടത്താൻ കരാറ് കൊടുത്തത് റെയിൽവേ ആണെന്ന കാര്യത്തിൽ തർക്കമില്ല. ആ കരാറുകാരനാണ് ഒരു സുരക്ഷയില്ലാത്തൊരു പാവത്താനെ കൊലക്ക് കൊടുക്കാൻ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. പക്ഷേ ആ പാവത്താൻ ഈ അവസ്ഥയിലെത്തിയത് ആ കരാറുകാരനാണ്. ഏത് കരാറുകാരൻ? റെയിൽവേ കൊടുത്ത കരാറുകാരൻ. എന്നിട്ട് അതിന്റെ കൊള്ളാവുന്ന ഉദ്യോഗസ്ഥർ സംസാരിക്കുന്നത് ഈ മണിക്കൂറിലാണ്. ഒന്നും അറിയില്ല കൈ കഴിയാവോ റെയിൽവേക്ക്? ജെ ആർ പത്മകുമാർ, അങ്ങനെയല്ലല്ലോ. ഇന്നലെ ഈ സംഭവം ഉണ്ടായത് മുതൽ ഈ സമയം വരെയും റെയിൽവേയുടെ ഉദ്യോഗസ്ഥന്മാർ അവിടെ ഉണ്ട്. അവർ ഇതിന്റെ സുരക്ഷാ നടപടികളുമായി ബന്ധപ്പെട്ട് ആ പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി കൂടെ ഉണ്ട്. ഏത് ഉദ്യോഗസ്ഥൻ സാർ? ഒരാളുടെ പേര് പറയാമോ? വളരെ ശക്തമായിട്ട് ഞങ്ങൾ ഒരാളുടെ പേര് പറയാമോ? കത്തയച്ചിട്ടുണ്ട്. ജെ ആർ പത്മകുമാർ, എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഏത് ഉദ്യോഗസ്ഥരും? ഒറ്റയാളുടെ പേര് പറയാമോ? ഇന്നലെ 10:30 വീണതാണ് സാർ. ഇന്നലെ 10:30 വീണതാണ്. ഇന്നലെ വൈകുന്നേരത്തിനകം അവിടെ എത്തിയ ഒറ്റ ഉദ്യോഗസ്ഥന്റെ പേര് പറയാമോ സാറേ? തിരുവനന്തപുരം ഒരു ഉദ്യോഗസ്ഥന്റെ പേര് പറയാം. ഒരേ ഒരു ഉദ്യോഗസ്ഥന്റെ പേര് ഉണ്ടായിരുന്ന ദുബായ് ചുമതലയുള്ള എഞ്ചിനീയർമാർ ഉദ്യോഗസ്ഥന്റെ പേരെനിക്ക് കാണാതെ അറിയില്ല. ഒരാളും സാർ. ഇന്നലെ ചർച്ചയിൽ ഒരാളും ഉണ്ടായില്ല. ഇന്നലെ വൈകിട്ട് വന്നിട്ട് പോയി. ഈ പറയുന്ന നമ്മൾ ഇന്നലെ വൈകിട്ടൊന്ന് വന്ന് സന്ദർശിക്കാൻ കണ്ടിട്ട് പോയി. ADR അല്ലല്ല തുടക്കം മുതല് അതിന്റെ എഞ്ചിനീയർമാര്, അതേമാതിരി റെയിൽവേയുടെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാര് എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. ആരാ പറഞ്ഞത് ഇല്ലെന്ന്? നിങ്ങൾ പേര് ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ലാതാവുന്നതല്ലല്ലോ. ഇന്ന് എന്തുകൊണ്ട് പത്രക്കാരുടെ മുന്നിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ
പത്രക്കാർ മുതൽ മേയർ ഇതെല്ലാം കൂടി റെയിൽവേയുടെ മണ്ടയിൽ കയറ്റിവെക്കുകയും ഇങ്ങനെ കത്തയച്ചു എന്ന് പറയുമ്പോൾ അതല്ല ശരി എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് മുതിർന്ന ഉദ്യോഗസ്ഥന്മാർ പത്രക്കാരുടെ മുന്നിൽ വന്നത്. അതിന്റെ അർത്ഥം ഇന്നലെ അവർ ഇതിന്റെ പ്രവർത്തനങ്ങളുമായി ഒന്നും ബന്ധപ്പെട്ടിട്ടില്ല എന്നല്ല. അല്ല, കത്തയച്ചിട്ടില്ല എന്നങ്ങ് പറഞ്ഞ അങ്ങനെ ശരിയാവാ? വസ്തുത ഇന്ന് ADRM ഒന്നും കത്തയച്ചിട്ടില്ല സാർ. ADRM ഒന്നും കത്തയച്ചിട്ടില്ല എന്ന് പച്ചക്കള്ളം പറഞ്ഞ് എങ്ങനെയാന്ന് ശരിയാവുക? ഏറ്റവും ഒടുവിൽ വന്ന ഉദ്യോഗസ്ഥൻ പറയുന്നില്ലല്ലോ കത്തയച്ചിട്ടില്ല എന്ന്. ADRM പറഞ്ഞത് കള്ളമാണ്. മെയ് 7 കത്തയച്ചു, മെയ് 17 അല്ലെന്നേ അല്ല സാർ, മെയ് 7 കത്തയച്ചു കോർപ്പറേഷൻ, മെയ് 17 കോർപ്പറേഷൻ കത്തയച്ചു, മെയ് 27 കളക്ടർ കത്തയച്ചു. കമാന്ന് മിണ്ടിയിട്ടില്ല, പ്രതികരിച്ചിട്ടില്ല റെയിൽവേ. കള്ളം പറയുന്നോ? അല്ല, നിങ്ങൾ നിൽക്കട്ടെ, അല്ല ഞാനൊന്ന് പറഞ്ഞോട്ടെ. നിങ്ങൾ മേയറാണ് കള്ളം പറയുന്നത്. നിങ്ങൾ ഈ ആധുനിക കാലഘട്ടത്തിൽ എങ്ങനെയാ കത്തയക്കുന്നത്? ഏതെങ്കിലും ഒരു അദ്ദേഹം കത്തയച്ചതിന്റെ ഒരു ഫയൽ നമ്പർ, അല്ലെങ്കിൽ അവിടെ കത്തി റിസീവ് ചെയ്തതിന്റെ ഒരു രേഖ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെയില്, ഏതെങ്കിലും ഒരു സാധാരണ കോർപ്പറേഷനിൽ അത്യാവശ്യം അവിടുത്തെ ഒരു സ്റ്റാഫിന്റെ കയ്യിലാണല്ലോ, അവിടുത്തെ മെസ്സഞ്ചറുടെ കയ്യിലാണല്ലോ കൊടുത്തുവിടുന്നത്. അവർ അതിന് മറുപടി കൊടുക്കുമല്ലോ. ഏതെങ്കിലും ഒരു രേഖ നിങ്ങളൊരു മേയർ ടൈപ്പ് ചെയ്തൊരു പേപ്പർ മാനേജർക്ക്, സബ് കളക്ടർ, സെക്രട്ടറിക്ക്, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക്, X7 സീറ്റിന് കളക്ടർ അയച്ചു കൊടുത്ത കത്ത്, കോർപ്പറേഷൻ അയച്ചു കൊടുത്ത കത്തൊക്കെ ഞാൻ അയച്ചു തരാം. അല്ല ആഷ്മി നിങ്ങളൊന്ന് സമാധാനപ്പെടും. ആഷ്മി നിങ്ങൾ ആ കത്ത് അവിടെ അയച്ചത് റെയിൽവേ റിസീവ് ചെയ്തിട്ടുള്ള കത്ത് കാണിക്കൂ. ഇവിടെ മേയർ ഒരു പേപ്പർ എടുത്ത് കാണിച്ചിട്ട് ഞങ്ങൾ അയച്ചു എന്ന് പറഞ്ഞാൽ പോരാ. അതിന് ഫയൽ നമ്പർ, ഇവിടുന്ന് ഓരോ കോർപ്പറേഷനിൽ കത്ത് പോകുമ്പോൾ കത്തുണ്ട്, നിങ്ങൾ ഫയൽ പരിശോധിക്ക്. അല്ലെങ്കിൽ മെസ്സേജ് ഇമെയിൽ അയച്ചതിന്റെ രേഖ കാണിക്ക്, അല്ലെങ്കിൽ അവിടെ റിസീവ് ചെയ്ത മെസ്സഞ്ചർ ഒപ്പിട്ട് വാങ്ങിയതിന്റെ രേഖ കാണിക്ക്. ഇതൊന്നുമില്ലാതെ മേയർ കാര്യം ടൈപ്പ് ചെയ്ത് കാണിച്ചിട്ട് ഇത് വന്നിട്ട് ഈ രീതിയിൽ പറഞ്ഞാൽ പറ്റുമോ? നിങ്ങൾക്കറിയാമല്ലോ, കഴിഞ്ഞ മെയ് 31 തോന്നുന്നു BJPയുടെ കൗൺസിലർമാർ ഉൾപ്പെടെ ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ ശുചീകരണവുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ മീറ്റിംഗ് വിളിച്ചുകൂട്ടാൻ തീരുമാനിച്ചു. അങ്ങ് പറഞ്ഞ നമ്പർ അടക്കം സ്ക്രീനിൽ കാണുന്നുണ്ട്. മീറ്റിംഗ് കൂടിയ സമയത്ത് കളക്ടർ കൊടുത്ത കത്ത്, കൗൺസിലർമാർ ബഹളമുണ്ടാക്കി. കളക്ടർ കൊടുത്ത കത്ത്, ജയപത്കുമാർ കളക്ടർ കൊടുത്ത കത്ത്, കളക്ടർ റെയിൽവേക്ക് അയച്ച കത്ത്, താങ്കൾ പറഞ്ഞ ഓർഡർ നമ്പർ അടക്കം സ്ക്രീനിൽ കാണുന്നുണ്ട്. ഇനി കോർപ്പറേഷൻ കൊടുത്ത കത്താണെങ്കിൽ H11H15-49744/23, H11 10-663/24, 7/5/2024 അയച്ച കത്തിന്റെ നമ്പർ ഞാൻ അങ്ങ് അയച്ചു തരാന്നേ. അല്ല, ഇതെല്ലാം മേയർ കാണിക്കും. കാര്യം അവര് പറഞ്ഞ പച്ചക്കള്ളത്തിന്റെ ന്യായീകരിക്കുന്നതിന് വേണ്ടിയിട്ട് പറയുന്നതാണ്. റെയിൽവേയുടെ ഉദ്യോഗസ്ഥൻ വളരെ വ്യക്തമായി റെയിൽവേയുടെ ഉദ്യോഗസ്ഥൻ DRM വന്നു, അഡീഷണൽ DRM എന്ന് പറഞ്ഞല്ലോ. റെയിൽവേക്ക് അങ്ങനെ ഒരു കത്ത് കിട്ടിയിട്ടില്ല. നിങ്ങൾ മേയർ പറയുന്നത് മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ. അല്ല, കത്തുണ്ട്. ഓഫീസ് ഓഫ് സീനിയർ ഡിവിഷണൽ ഓപ്പറേഷൻ മാനേജർ സീലിട്ട് വാങ്ങിയ കത്തുണ്ട്. ഓഫീസ് ഓഫ് ദ സീനിയർ ഡിവിഷണൽ ഓപ്പറേഷൻസ് മാനേജർ റെയിൽവേ തിരുവനന്തപുരം ഒപ്പിട്ട് 13 മെയ് 2024 ഒപ്പിട്ട് സീലിട്ട് ഒപ്പിട്ട് വാങ്ങിയ കത്തുണ്ട്. ADRM ഒന്ന് വെറുതെ ഇല്ലെന്ന് പറഞ്ഞാൽ പറ്റുമോ? അതിന് ഉന്നത ഉദ്യോഗസ്ഥൻ വന്ന് കത്തുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കത്തില്ലെന്ന് പറയുന്നില്ലോ അദ്ദേഹം. എന്താ പറയാത്ത? അങ്ങനെ അല്ലല്ലോ ഈ പ്രശ്നം. കത്ത് ഇല്ല എന്ന് റെയിൽവേയുടെ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞിട്ട് ഞങ്ങൾക്കതിനെ സംബന്ധിച്ച് ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല. അത് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഇവിടുത്തെ പ്രശ്നം എന്താണ് കാശ്മീർ? കത്ത് കിട്ടിയ ഈ പറഞ്ഞ അഴുകി ഒഴുകുന്ന കാരണം ഇത് മാത്രമൊന്നുമല്ല. അത് ഉത്തരവാദിത്തം റെയിൽവേക്കും അല്ല. ആമയിഴഞ്ചാം തോട് അഴുകി ഉത്തരവാദിത്തം കോർപ്പറേഷൻ ഒരു തർക്കമാക്കരുത്. പക്ഷേ ഈ കാര്യത്തിൽ കത്തില്ല എന്ന് പറയരുത്. 117 മീറ്റർ അല്ല, ഞാൻ റെയിൽവേയുടെ അഡീഷണൽ DRM പൊതുസമൂഹത്തിൽ പറഞ്ഞ കാര്യമാണ്. അങ്ങനെ ഒരു കത്ത് കിട്ടിയിട്ടില്ല, വേറെ അയച്ചിട്ടില്ല, വേറെ കള്ളം പറയുകയാണ്. അതിന് ഞാൻ ഉറച്ചു നിൽക്കുക. തെറ്റാണെന്നേ അത്. കത്തടക്കം കാണുന്ന സീല് കാണുന്നുണ്ട്, പ്രേക്ഷകർ കാണുന്നുണ്ട്. ആ താഴെ കാണുന്ന സീലുണ്ടല്ലോ, അത് റെയിൽവേയുടെ സീലാണ്. എന്നിട്ട് കത്ത് വാങ്ങി ഫയലിൽ വെച്ച് അതിന്റെ മുകളിൽ കയറിയിരുന്ന് ഉറങ്ങിയിട്ട് കത്ത് കിട്ടില്ലെന്ന് വെറുതെ ADRM പറഞ്ഞാൽ പറ്റുമോ? ശരി, ഞാൻ അങ്ങേലേക്ക് എത്താം. ശ്രീ സഞ്ജീവ്, ഇവിടെ അതൊക്കെ പരിശോധിക്കാം. ഞാൻ പറയാറ് റെയിൽവേ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നു. പറയുന്നത് പച്ചക്കള്ളമാണെന്നാണ് ഞാൻ പറയുന്നത്. ഇരുന്നോണ്ട് ഇത് ശരിയാണ് മുകളിൽ കയറി ഇരുന്ന് പറഞ്ഞാൽ ഞാനത് വിശ്വസിക്കണോ? തെളിവ് കാണിക്കല്ലേ? പരിശോധിക്കാം. അത് തെളിവ് കാണിക്കല്ലേ? അപ്പോ തെളിവ് കാണുമ്പോൾ വിശ്വസിക്കുന്ന പറഞ്ഞാൽ എന്താണ്? ഞാൻ അങ്ങനെയൊക്കെ ബാക്കി ഈ 117 കിലോമീറ്റർ കഴിഞ്ഞാൽ ബാക്കിയെല്ലാം വെടിപ്പായി കിടക്കല്ലേ? അല്ല, അങ്ങനെയല്ല. എല്ലാവർക്കും ഇറങ്ങി കുളിക്കാൻ പറ്റുന്ന രീതിയിൽ കിടക്കല്ലേ? അല്ലല്ല, അഴുകി പുഴുകി കിടക്കുക. ഒരു തർക്കമാക്കരുത്തില്ല. അഴുകി പുഴുകി കിടക്കുക. സഞ്ജീവ്, ഈ താങ്കൾ ഈ മേഖല ഒരുപാട് നാൾ വർക്ക് ചെയ്യുന്ന ആളാണ്.
ഈ ആമയിഴിഞ്ഞ തോണിനെ പറ്റി താങ്കൾ ദീർഘ പോരാടുന്ന ആൾ തന്നെയാണ്, എനിക്കറിയാം. പക്ഷെ എനിക്ക് ഈ സമയത്ത് ചോദിക്കാൻ ശുചീകരണത്തിന് വേണ്ടിയിട്ട് അതുപോലെ റോഡിന്റെ ഈ ദുസ്ഥിതി പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ മീറ്റിംഗ് വിളിച്ചു കൂട്ടാൻ BJP കൗൺസിലർമാർ നോട്ടീസ് കൊടുത്തത്. അതിനടുത്ത് സ്പെഷ്യൽ കൗൺസിൽ കൂടി ഇടതുപക്ഷത്തിൽ എല്ലാവരും കൂടി ബഹളമുണ്ടാക്കി 10 മിനിറ്റ് കൊണ്ട് മേയർ ഇത് അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ മെയ് മാസത്തിൽ കളഞ്ഞിട്ട് പോയി. സാറേ ചോദിക്കാം, ആരാ ഉത്തരവാദി? അതൊക്കെ ചോദിക്കാം. ഈ പറയുന്ന 117 മീറ്ററിൽ എവിടെയാണ് ജോയി എന്നൊരു പാമ്പ് പിടിച്ച മനുഷ്യൻ? ഈ പറയുന്ന 117 മീറ്ററിന് ഇടയ്ക്ക് എവിടെയാണ് ജോയി എന്ന് പറയുന്ന പാമ്പ് പിടിച്ച മനുഷ്യൻ? ആ 117 മീറ്റർ റെയിൽവേയുടെ മീറ്ററാണ്. അത് വൃത്തിയാക്കേണ്ടത് റെയിൽവേ ആണ്. കോർപ്പറേഷൻ കത്ത് കൊടുത്തു, കളക്ടർ കത്ത് കൊടുത്തു, റെയിൽവേ മിണ്ടിയിട്ടില്ല, മൈൻഡ് ചെയ്തിട്ടില്ല. ഇന്നലെ ഈ ദാരുണ സംഭവം ഉണ്ടായി, ഇന്നലെ വൈകിട്ട് വരെ മൈൻഡ് ചെയ്തിട്ടില്ല. ഇന്നാണ് ഒരു ഉദ്യോഗസ്ഥ വന്ന് 4 വാക്ക് പറയുന്നത്. JR പത്മകുമാർ, അനീതിയാണ്. ഇതിന്റെ നഗര ശുചീകരണവും നഗരത്തിലെ ഓടകളുടെ പൂർത്തീകരണവും വൃത്തിയാക്കലും എല്ലാം കോർപ്പറേഷന്റെ ചുമതലയാണ്. ഒരു സെക്കൻഡ് ഞാൻ എത്താം. മേയർ ശ്രീമതി ആര്യ രാജേന്ദ്രൻ ചേരുന്നു. ഇവിടെ ഈ കത്തയച്ചു, ആ കത്ത് കിട്ടിയെന്നുള്ള തെളിവുണ്ടോ എന്നുള്ളതാണ് JR പത്മകുമാർ ചോദിക്കുന്നത്. മറുപടി ഉണ്ടോ? ഒരു കത്ത് സ്വാഭാവികമായിട്ടും നഗരസഭയുടെ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി റെയിൽവേയുടെ ഉന്നതരായിട്ടുള്ള ഉദ്യോഗസ്ഥർ കഴിക്കുമ്പോൾ സാധാരണ നമ്മുടെയൊക്കെ ഗവൺമെൻറ് ഓഫീസുകളിൽ ഒരു സംവിധാനമുണ്ട്. ആ കത്ത് അവിടെ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ റിസീവ്ഡ് എന്ന് പറഞ്ഞ് ഒപ്പിട്ട് വാങ്ങിക്കാനാണ് പതിവ്. അത് ഞാൻ ഹാജരാക്കാൻ തയ്യാറാണ്. റിസീവ്ഡ് എന്ന് DRMന്റെ ഓഫീസിലടക്കം ഒപ്പിട്ട് വാങ്ങിച്ചത് ഞാൻ ഹാജരാക്കാൻ തയ്യാറാണ്. അത് ഞാൻ കണ്ടു. എന്ന് പറഞ്ഞാൽ റെയിൽവേയുടെ ഒരു കത്തല്ല, 2 കത്തല്ല, കളക്ടർ അടക്കം 3 കത്ത് അല്ലേ? അതെ, നിരവധി തവണ. അത് ഈ വർഷം നടന്ന കൊടുത്തിട്ടുള്ള കത്ത് മാത്രമാണ് ഇപ്പോൾ ഞാൻ ഗ്രൂപ്പിലേക്ക് നമ്മുടെ മാധ്യമപ്രവർത്തകർ കൊടുത്തിട്ടുള്ളത്. അതിൽ കളക്ടർ ഉൾപ്പെടെയുള്ളവർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പ്രകാരം നടപടി സ്വീകരിക്കണമെന്ന് അവരെ അറിയിച്ചിട്ടുമുണ്ട്. ഇതിനു പുറമെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി യോഗം ചേരുകയും റെയിൽവേക്ക് റിട്ടണായി തന്നെ കത്ത് കൊടുക്കുന്ന സാഹചര്യം, നോട്ടീസ് കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കത്തും കിട്ടിയിട്ടില്ല എന്ന് BJPയുടെ പ്രതിനിധി എന്തുകൊണ്ടാണ് ഇതിൽ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അതൊരു വാക്കിന് വേണ്ടി അല്ലെങ്കിൽ നമുക്ക് ഒരു തർക്കിക്കുന്നതിന് വേണ്ടി JR പത്മകുമാർ രാഷ്ട്രീയ പ്രവർത്തകനാണ്, കോട്ടെ. റെയിൽവേയുടെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥ ADRM വിജു എന്ന് പറയുകയാണ്, മേയർ പറയുന്ന പച്ചക്കള്ളമാണ്. റെയിൽവേയുടെ ഉദ്യോഗസ്ഥ പറയാണ്. അതിന് മറുപടി ചോദിച്ചോട്ടെ. ആര്യ, റെയിൽവേയുടെ ഉദ്യോഗസ്ഥ പറയുകയാണ് അങ്ങനെ കത്ത് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തോട് പറയുന്നതാണത്. പൊതുസമൂഹത്തോട് അങ്ങനെയാണ് കള്ളം പറയലാണത്. അല്ല, ഉത്തരവാദിത്തത്തോട് പറഞ്ഞതിനാണല്ലോ ഞാൻ അതിനുശേഷം മാധ്യമങ്ങളെ കണ്ട് ഞാൻ അതിന് മറുപടിയും പറഞ്ഞല്ലോ. ഞാൻ ആ വിഷയത്തിനായിരുന്നില്ല മാധ്യമങ്ങളെ കണ്ടത്. മാധ്യമപ്രവർത്തകർ ആ വിഷയം ചോദിച്ചപ്പോൾ തന്നെ ഞാൻ ആ വിഷയവും പറഞ്ഞു. നമ്മുടെ മുന്നിലുള്ള പ്രശ്നം എന്താ? ഇപ്പോൾ 32 മണിക്കൂറിലധികമായി നമ്മളൊരു ജീവന് വേണ്ടി തേടിക്കൊണ്ടിരിക്കുന്നു. ഇന്നലെ ഈ സംഭവമുണ്ടായ സമയം മുതൽ ഞാനിവിടെ ഉണ്ട്. ഈ പറയുന്ന റെയിൽവേയുടെ ADRM ഒന്നും ആദ്യത്തെ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഓഫീസിലിരിക്കാൻ പലർക്കും കഴിയും. ഇപ്പോൾ ഞാനും നഗരസഭ ഓഫീസിലിരുന്നു കൊണ്ട് കാര്യങ്ങൾ നിയന്ത്രിക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ എങ്ങനെ ഉണ്ടാവും? ഞാൻ മാത്രമല്ലല്ലോ, ഇവിടെ എൻ്റെ തൊട്ടടുത്ത് തന്നെ വട്ടിയൂർക്കാവിൻ്റെ MLA ഇവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹത്തിന് വേണമെങ്കിൽ വട്ടിയൂർക്കാവിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിലിരുന്ന് കാര്യങ്ങൾ നിയന്ത്രിച്ചാൽ പോരെ? അപ്പോൾ ഈ ഉദ്യോഗസ്ഥ സംവിധാനവും അല്ലെങ്കിൽ ജനപ്രതിനിധി എന്ന ഒരു വ്യത്യാസമില്ലാതെ തന്നെ എല്ലാവരും, ഇപ്പോൾ കളക്ടർ തന്നെ ഇവിടെ നേരിട്ട് ഇന്നലെ ഈ സംഭവം ഉണ്ടാകുമ്പോൾ ഞാനിവിടെ വന്നതിന് ശേഷം കളക്ടർ എത്തുന്നു. കളക്ടറും പൂർണ്ണമായി ഇവിടെ കേന്ദ്രീകരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ജനപ്രതിനിധികൾ മാത്രമല്ല, ഉദ്യോഗസ്ഥരടക്കമുള്ള എല്ലാവരും ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് ഓരോ ഘട്ടത്തിലും ഇവിടെ ഇടപെടാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് നമ്മൾ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്ന് രാവിലെ ബഹുമാനായ നമ്മുടെ ഭക്ഷണ സംവിധാനം ഉണ്ടായി കൊടുത്തു പറയുകയാണ്. ഞാൻ അതിലേക്ക് മേയർ ADRM പറയുകയാണ് എല്ലാ സൗകര്യവും ഒരുക്കി. ചോദ്യം എന്ത് സൗകര്യം? എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു പറയുന്നത്. ഞാനതാ പറയുന്നത്. അല്ല, ഞാൻ പറയാം. അതെ ഞാൻ ആ വിഷയം കൂടിയാണ് കേൾക്കുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. കേൾക്കാം മാറിയ, പറഞ്ഞോളൂ. കേൾക്കാം. അതെ, ഞാൻ ആ വിഷയത്തിലേക്കാണ് വരുന്നത്. അതായത് ഇന്ന് രാവിലെ ബഹുമാന്യനായ മന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ റെയിൽവേ ഭക്ഷണം കൊടുക്കണമെന്ന യോഗത്തിലെടുത്ത തീരുമാനമാണ്. മന്ത്രിയാണത് പറയുന്നത്.
മന്ത്രി പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും അവർ നിഷേധിച്ചില്ല. ഞാനതിനെ സ്വാഗതം ചെയ്യുന്നു. അവർ ചെയ്യാമെന്ന് പറഞ്ഞ കാര്യത്തെ ഞാൻ തീർച്ചയായിട്ടും സ്വാഗതം ചെയ്യുന്നു. അത് മന്ത്രി പറഞ്ഞു, മന്ത്രിയുടെ അഭിപ്രായമായി അദ്ദേഹം പറഞ്ഞു, യോഗത്തിൽ തീരുമാനമെടുക്കുമ്പോൾ അത് അവർ ഏറ്റെടുക്കുന്നു. ഇന്നലെ ഭക്ഷണം കൊടുത്തതാരാ? ഞങ്ങൾ ആരോടും പറയാൻ പോയില്ല. നഗരസഭ അതിന് നേതൃത്വം വഹിച്ചു, ഇവിടെ വന്ന ജനപ്രതിനിധികൾ അതിന് നേതൃത്വം വഹിച്ചു. അത് നമ്മൾ കണക്ക് പറയേണ്ടതല്ലോ. നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ കണക്ക് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എവിടെയാ അവസാനിക്കുക? ഇത് റെയിൽവേ എന്ന് മാത്രമല്ല, ഞങ്ങൾ ഒരിക്കലും ഞങ്ങളുടെ ഉത്തരവാദിത്വം നമ്മൾ ആരും ഇവിടെ കാരണക്കാരായ റെയിൽവേയോട് എന്ത് ചെയ്തു ചോദിച്ചപ്പോ ADRM പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഭക്ഷണം കൊടുത്തു എന്ന് റെയിൽവേ. അതല്ല പ്രശ്നം, അതാണ് പ്രശ്നം. അതല്ല പ്രശ്നം, അതാണ് പ്രശ്നം. ഭക്ഷണം കൊടുക്കലല്ല പ്രശ്നം. റെയിൽവേയുടെ അധീനതയിൽ ഒരു ഭൂമിയിൽ ഒരു മനുഷ്യൻ കുടുങ്ങിക്കിടന്നിട്ട് ഉത്തരവാദിത്വം ഇല്ലാതെ റെയിൽവേ പെരുമാറുന്നു, അതാണ് പ്രശ്നം. അജിയാർ ചോദിക്കൂ. അല്ല, ADRM പറഞ്ഞത് അവിടെ ഇരിക്കട്ടെ, അത് നമുക്ക് അത് വെരിഫൈ ചെയ്യാം. ഞാൻ മേയറോട് ചോദിക്കാനുള്ള ഒരൊറ്റ കാര്യം, കത്തെഴുതിയിട്ട് അവർ പ്രതികരിച്ചില്ല. ഏതെങ്കിലും ഒരു കൗൺസിലിൽ ഇങ്ങനെ ഒരു പ്രശ്നം വെച്ചിട്ട് ഒരു പ്രമേയം പാസ്സാക്കി ഗവൺമെന്റിന് കൊടുത്ത് ഇപ്പൊ മന്ത്രിയുമായിട്ട് ഇരുന്നോണ്ട് ചോറ് കൊടുക്കാൻ തീരുമാനിച്ചെന്ന് പറഞ്ഞല്ലോ. മന്ത്രിയും റെയിൽവേയും കൂടി ഒരുമിച്ചിരുത്തി ആ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമിക്കേണ്ട ചുമതലയുള്ള വ്യക്തിയല്ലേ താങ്കൾ? നിങ്ങൾ ചെയ്തോ? ഈ കത്ത് കൊടുത്തു എന്ന് പറയാൻ ആണോ ചെയ്യേണ്ടത്? കത്ത് കൊടുത്താൽ റെയിൽവേയുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായാൽ ഏതെങ്കിലും ഒരു നിങ്ങളുടെ കൗൺസിൽ മീറ്റിംഗ് അത് വെച്ചിട്ട് അതിന്റെ ഒരു പ്രമേയം പാസ്സാക്കി ഗവൺമെന്റിലേക്ക് അയച്ച് ഗവൺമെന്റിനെ ഇടപെടുത്തി റെയിൽവേ ഉദ്യോഗസ്ഥന്മാരെയും കോർപ്പറേഷനെയും ഇരുത്തിയിട്ട് ഈ പ്രശ്നം പരിഹരിക്കണം. ഞങ്ങൾ ഇവിടെ മാത്രം റെയിൽവേയുടെ മാത്രമേ പ്രശ്നമുള്ളൂ, ബാക്കിയെല്ലാം ഞങ്ങൾ വെടിപ്പാക്കി ഇട്ടിരിക്കുന്നു, ഈ പ്രശ്നം പരിഹരിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും നടപടി താങ്കളുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടോ? ചോറ് കൊടുത്ത കാര്യവും റെയിൽവേയുടെ ഉദ്യോഗസ്ഥന്റെ കാര്യവും നഗരസഭയല്ല. ചോറ് കൊടുത്ത ഔദാര്യം പറഞ്ഞത് റെയിൽവേയാ. ചോറ് കൊടുത്ത ഔദാര്യം പറഞ്ഞത് റെയിൽവേയാ, മേയറോ നഗരസഭയോ അല്ല. മേയർ ഇവിടെ റെയിൽവേ ചെയ്യുന്നില്ല എന്ന് തീരുമാനിക്കുന്നത് നോക്കൂ. നഗരസഭയിൽ കേട്ടോണ്ടിരിക്കാൻ പറ്റുമോ? കത്തയച്ച് മറുപടി പറഞ്ഞപ്പോ ചോറ് കൊടുക്കാൻ റെയിൽവേ തയ്യാറായെങ്കിൽ അല്ല, ഞാൻ എന്റെ പോയിന്റ് ഇത്രയേ ഉള്ളൂ. മന്ത്രി പറഞ്ഞപ്പോൾ റെയിൽവേ ചോറ് കൊടുക്കാതെ പറഞ്ഞെങ്കിൽ ഇത് നേരത്തെ ഈ ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടി മന്ത്രിയെ കൂടെ ഉൾപ്പെടുത്തി ഒരു യോഗം നടത്തിയ നടപടി സ്വീകരിക്കേണ്ട ചുമതലപ്പെട്ട വ്യക്തിയാരാ? അതിന് മറുപടി ആര് പറയുന്നത്? മറുപടി പറയാണ് മേയർ. എന്നിട്ട് ഇന്ന് നമ്മൾ വന്നിരുന്നിട്ട് ഞാൻ പറയാം. അതായത് അദ്ദേഹം ഒന്നാമത്തെ കാര്യം, ഇതിൽ പങ്കെടുക്കുന്ന അദ്ദേഹത്തിന് ഇതിന്റെ വിഷയം എനിക്ക് അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ലെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇത് നഗരസഭാ മേയർ എന്നുള്ള നിലയിൽ കോർപ്പറേഷൻ കൊടുത്ത കത്തിന്റെ കാര്യം മാത്രമല്ലല്ലോ പറഞ്ഞത്. ബഹുമാന്യനായ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അദ്ദേഹം ഈ ജില്ലയുടെ ചുമതലക്കാരൻ എന്നുള്ള നിലയിൽ നിരവധി തവണ ഈ മഴക്കാല പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അതുകൊണ്ട് അതിൻ്റെ ശുചീകരണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് യോഗം ചേർന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ തന്നെ നമ്മുടെ മാധ്യമപ്രവർത്തകരെ സംസാരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞതാണ്, ഇപ്പം നഗരസഭ ഒരു യോഗം വിളിച്ചു ചേർത്താലും മന്ത്രിമാർ യോഗം വിളിച്ചു ചേർത്താലും യോഗത്തിന് അറിയിപ്പ് കൊടുക്കുന്നത് DRMനാണ്. പൊതുവെ DRMന് യോഗത്തിന് അറിയിപ്പ് കൊടുത്താൽ യോഗത്തിൽ പങ്കെടുക്കുന്നതാരാ? ഈ പറയുന്ന DRM പങ്കെടുക്കാറില്ല. സ്വാഭാവികമായിട്ടും അദ്ദേഹം ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനാണ്, അദ്ദേഹത്തിന് മറ്റു തിരക്കുകളുണ്ടാകാം. അപ്പോൾ അദ്ദേഹം ജില്ലയ്ക്ക് പുറത്തായിരിക്കാം, പല കാരണങ്ങളുണ്ടാകാം. ADRM പങ്കെടുക്കാറുണ്ടോ? ഇല്ല. അതിന് താഴെ തട്ടിലുള്ള ഒരു ഉദ്യോഗസ്ഥരെ പറഞ്ഞു വിടുന്നു. ഈ ഉദ്യോഗസ്ഥരെ പറഞ്ഞു വിടുന്ന തെറ്റില്ല. നമുക്ക് തിരക്കുള്ളപ്പോൾ നമ്മൾ പൊതുവെ ഈ ഏതെങ്കിലും ഒരു എംപ്ലോയിയെ ഡിപ്യൂട്ട് ചെയ്യാറുണ്ട്. പക്ഷേ എന്താ സംഭവിക്കുന്നത്? അവർക്ക് അവിടെ വന്ന് തീരുമാനമെടുക്കാൻ പറ്റാത്ത പലതവണയായി ആവർത്തിച്ച് നിങ്ങളുടെ ഉയർന്ന ഉദ്യോഗസ്ഥരെ യോഗത്തിലേക്ക് വിളിക്കണം, നിങ്ങൾ ആവശ്യപ്പെടണം എന്ന് നഗരസഭയും മന്ത്രിയും അടക്കമുള്ള യോഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. മിനിറ്റ്സ് ഹാജരാക്കാൻ ഞാൻ തയ്യാറാണ്. നമുക്ക് നിരന്തരമായി ഇടപെട്ടിട്ടുണ്ട്. റെയിൽവേക്ക് ഒരു കത്തെഴുതി മാത്രം റെയിൽവേയോടുള്ള സംസാരം അവസാനിപ്പിക്കുകയല്ല നഗരസഭയുടെ ചെയ്തത്, മന്ത്രി ചെയ്തത്. എല്ലാവരും നിരന്തരമായി വിളിച്ചുകൊണ്ടിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, അവസാനമായി ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമപ്രവർത്തകർ കാണിച്ചു കൊടുത്തിരുന്ന ഈ നോട്ടീസ്, ഇന്ന് ഞാനിപ്പോൾ ഷെയർ ചെയ്തിട്ടുള്ള കളക്ടറുടെ നേതൃത്വത്തിലുള്ള നോട്ടീസ്, ഈ നോട്ടീസിൻ്റെയൊക്കെ തുടർച്ചയായിട്ടുള്ള ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് കൃത്യമായി മോണിറ്റർ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് റെയിൽവേ അവസാന ഘട്ടം നിവർത്തിയില്ല എന്നുള്ള നിലയിൽ ഒരു ടെൻഡർ വിളിച്ചത്. ടെൻഡർ വിളിച്ചതിന് ശേഷം എന്ത് ചെയ്തു? ടെൻഡർ വിളിക്കുന്നതിന് മുൻപ് ഒരു സംഭവം കൂടെ ഉണ്ടായി. ഞാൻ അയച്ച ഒരു നോട്ടീസിൽ കൃത്യമായി അത് പറയുന്നു. നഗരസഭാ ജീവനക്കാർ, റെയിൽവേയുടെ എഞ്ചിനീയറിംഗ് ഉദ്യോഗസ്ഥർ എല്ലാവരെയും ഒരു ദിവസത്തെ മീറ്റിംഗിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ, ഞാൻ വിളിച്ച മീറ്റിംഗിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ നഗരസഭയുടെ ജീവനക്കാരെ കൂടി ഈ ഭാഗം പരിശോധിക്കാൻ, ഈ സ്ഥലം പരിശോധിക്കാൻ വേണ്ടി ഞാൻ നേരിട്ട് വിട്ടു. അത് നോട്ടീസിൽ പരാമർശമുണ്ട്. നഗരസഭയുടെ ജീവനക്കാരും റെയിൽവേയുടെ ഉദ്യോഗസ്ഥരും സംയുക്തമായി നടത്തിയ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ഇന്ന കാര്യങ്ങൾ റെയിൽവേ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. റെയിൽവേക്ക് നിഷേധിക്കാൻ വേണ്ടി പറ്റുമോ? ആ വന്ന ഉദ്യോഗസ്ഥന് നിഷേധിക്കാൻ വേണ്ടി പറ്റുമോ? ഇത് റിസീവ് ചെയ്ത ഈ കത്തുകളെല്ലാം റിസീവ് ചെയ്തിരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് നിഷേധിക്കാൻ വേണ്ടി കഴിയുമോ? അതിന്റെ അടിസ്ഥാനത്തിൽ നിരന്തരമായി ഇടപെട്ടതിനെ തുടർന്ന് റെയിൽവേ ഒരു കരാറിൽ ഏർപ്പെടുന്നു. ആ കരാറിൽ ഏർപ്പെട്ടതിന് ശേഷം റെയിൽവേയുടെ ഉത്തരവാദിത്തം അവസാനിച്ചു എന്നാണ് റെയിൽവേ കരുതുന്നത്. ഞാൻ പറഞ്ഞു തരുന്നുണ്ട്, ഒരു സ്വകാര്യ ഒരു വ്യക്തി ഒരു ടെൻഡർ എടുക്കുന്നു, അദ്ദേഹത്തിന്റെ കീഴിലുള്ള ശ്രദ്ധിച്ചോ,
എന്താണ്? അല്ല, മേയർ പറഞ്ഞ കാര്യം ശ്രദ്ധിച്ചോ? എന്താണ്? അല്ല, മേയർ പറഞ്ഞ കാര്യം ശ്രദ്ധിച്ചോ? ഇത്രയും കാലം റെയിൽവേ ഇതുവഴി റെസ്പോണ്ട് ചെയ്തില്ല, ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ മേയർ പറയുന്നു ഇതിനനുസരിച്ച് റെയിൽവേയുമായി ചർച്ച ചെയ്തു, റെയിൽവേ അതിനുവേണ്ടി ഒരു തീരുമാനമെടുത്തു, ഞങ്ങളുടെ ടെൻഡർ വിളിക്കാമെന്ന് പറഞ്ഞു, അങ്ങനെ വിളിച്ചു. ഇതുവരെ റെയിൽവേയിലൊന്നും ഇടപെട്ടിട്ടില്ല സാർ. അങ്ങനെ ടെൻഡർ വിളിച്ച് കരാർ കൊടുത്തതിന്റെ ദാരുണ സംഭവം ഈ കണ്ടത്. അങ്ങനെ റെയിൽവേ ടെൻഡർ വിളിച്ച് കരാർ കൊടുത്ത ഒരു പാവം പിടിച്ചവനെ ഒരു സുരക്ഷാ സംവിധാനം ഇല്ലാത്ത ആ കൂട്ടിലോട്ട് ഇറക്കി വിട്ടു. റെയിൽവേ ഉത്തരവാദി മേയറല്ല, നഗരസഭയല്ല. 117 മീറ്ററിലെ പ്രശ്നമാണോ ഇത്? അല്ല, അത് വേറെ ചോദ്യമാണ്. എക്സാക്ട്ലി വേറെ ചോദ്യമാണ്. ഇപ്പൊ 117 മീറ്ററിലെ പ്രശ്നമാണ്. അല്ലല്ലോ, ഇപ്പൊ അത് 117 മീറ്ററിലെ പ്രശ്നമാണ്. നമ്മുടെ സൈന്യയിലുള്ള ആളുകൾ ഈ രക്ഷാപ്രവർത്തനം നടത്തുമ്പോ ഒഴുകി വരുന്ന ഗാർബേജുകൾ നിങ്ങൾ കണ്ടില്ലേ? കവറുകൾ ഇതെവിടെ നിന്നാണ് വന്നത്? റെയിൽവേ ഉണ്ടാക്കിയിട്ട് കൊടുത്തതാണ്. അല്ല, ഞാൻ പറയാം അതിന്റെ കാരണവും ഞാൻ പറയാം. എന്താണെന്നറിയോ? ഇത് ഈ ആമയേഴാന്തോട് അവിടുന്ന് ഉത്ഭവിച്ച് കുറച്ച് വരുമ്പോൾ മുതൽ തന്നെ കറുത്തൊഴുകലാണ്. ഈ 117 മീറ്റർ മാത്രമല്ല, അതിനപ്പുറവും അതിനിപ്പുറവും ഇതിന്റെ അവസ്ഥ തന്നെയാണ്. അതിന് റെയിൽവേ അല്ല. മേയർ മറുപടി പറയുന്നത്. അല്ല, ഞാൻ ആ വിഷയത്തിലേക്ക് വരാം. ഇതിൽ പ്രശ്നം എന്താണെന്നറിയാമോ? ഇവിടെ വന്ന് പരിശോധിക്കുന്ന ആളുകൾക്ക് മനസ്സിലാകേണ്ട ഒരു വിഷയം, ഇവിടെ ഇപ്പോൾ മാധ്യമപ്രവർത്തകരെല്ലാവരും ഉണ്ടല്ലോ, നമ്മളെല്ലാം ഇവിടെ കേന്ദ്രീകരിച്ച് നിൽക്കുന്നു. ഇപ്പോൾ ഇന്നത്തെ ഈ പവർ ഹൗസ് റോഡ്, ഞാനിപ്പോൾ ആ ഭാഗത്തിരുന്നു കൊണ്ടാണ്, ഈ സ്ഥലത്തിരുന്നു കൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഈ സ്ഥലത്ത് ഇവിടെ പരിശോധനയ്ക്ക് വേണ്ടി ഇന്നലെ തന്നെ ആ പ്രാഥമികമായ കാര്യങ്ങളെല്ലാം ഞാൻ ശേഖരിച്ചിരുന്നു. പക്ഷേ ഇന്നലെ നമുക്ക് റെയിൽവേ നടത്തുന്ന അനാസ്ഥയായിട്ടുള്ള ഈ പ്രവർത്തനങ്ങൾ നമുക്ക് ഇത്തരത്തിൽ തുറന്ന് സംവദിക്കാൻ പറ്റുന്നൊരു സാഹചര്യമല്ല. ഇന്നും അങ്ങനെയല്ല. നമ്മുടെ മുന്നിലുള്ള വിഷയം എന്താ? ഇപ്പോഴും നമ്മളെല്ലാവരും ഒരു ശുഭപ്രതീക്ഷയിൽ, ഇത്രയും വൈകിപ്പോലും നമ്മളെല്ലാവരുടെയും മനസ്സിലുള്ള ഒരേ ഒരു ആഗ്രഹം, ആ ജീവനോടുകൂടി തന്നെ ആ വ്യക്തിയെ, ആ സഹോദരനെ ജീവനോടുകൂടി തന്നെ ഇനിയും നമുക്ക് പുറത്തേക്ക് എടുക്കാൻ വേണ്ടി കഴിയണേ എന്ന ആത്മവിശ്വാസമല്ലേ ഇവിടെ നിൽക്കുന്ന എല്ലാവരുടെ മനസ്സിലുള്ളത്. ഞങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് കരുതുന്നത്. ഇപ്പോഴും ഞങ്ങൾക്ക് അല്ലാതെ മറിച്ചൊരു ചിന്ത നടത്താൻ ഇന്നത്തെ മാനസികാവസ്ഥയിൽ ഞങ്ങൾക്ക് കഴിയില്ല. കാരണം ഇതിന്റെ പൂർണ്ണ പ്രവർത്തനങ്ങളുടെ ഭാഗമായ ആളുകൂടിയാണ് ഞാൻ. നമുക്ക് പുറമേ നിൽക്കുന്നവർക്ക്, നമ്മുടെ ഈ പുറത്തു നിൽക്കുന്നവർക്ക് പലതും പറയാം. ഇനി ഇവിടെ വന്നതിന് ശേഷം കണ്ട ചില കാര്യങ്ങൾ ഞാൻ പറയാം. ആ കാര്യങ്ങളിൽ ഈ പറയുന്ന BJPയുടെ പ്രതിനിധികൾ മറുപടിയാണ് പറയാനുള്ളത് എന്നുകൂടി അദ്ദേഹം പറയണം. ഇവിടെ വന്നതിന് ശേഷം കണ്ട കാര്യം ഞാൻ പറയാം. ഇന്നലെ 3ാമത്തെ പ്ലാറ്റ്ഫോമിലെ മാൻഹോൾ തുറന്നു. ഒരു യന്ത്ര സഹായത്തോടുകൂടി അവിടുത്തെ മാലിന്യം ശേഖരിക്കുന്നതിന് രാത്രി തീരുമാനിച്ചു. നിങ്ങൾക്കറിയാം, വളരെ വൈകി 2 മണി വരെ ഈ മാലിന്യ ശേഖരണം തുടർന്നുകൊണ്ടിരുന്നു. അവിടെ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ള മാലിന്യങ്ങളിൽ ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത് റെയിൽ നീർ എന്ന് പറയുന്ന റെയിൽവേയുടെ ബ്രാൻഡഡ് കുപ്പികളാണ്. റെയിൽവേ കൊടുക്കുന്ന ഈ ശുദ്ധജലം കൊടുക്കുന്ന, മിനറൽ വാട്ടർ കൊടുക്കുന്ന കുപ്പികളാണ്. ഞാൻ ചോദിക്കട്ടെ, റെയിൽവേ സ്റ്റേഷന് അകത്ത് വന്നാൽ മാത്രമല്ലേ അത് ലഭ്യമാക്കുന്നത്? അല്ലെങ്കിൽ ഇത് ഇത്രയും കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ കുപ്പികൾ, ഈ റെയിൽവേയുടെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഈ കുപ്പികൾ എങ്ങനെയാണ് ഈ മാൻഹോളിനകത്ത് വന്നത്? ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ പവർ നമ്മൾ എത്ര കോരി പുറത്തേക്ക് ഇട്ടിട്ടും തീരാത്ത മട്ടിൽ കിടക്കാണ് അതിനകത്ത് മൊത്തം. ഒരു മേയർ അതിന്റെ മുന്നണിയിലുള്ള ആളാണ്. ഇന്നലെ ഈ സമയത്തിലാണ് നിൽക്കുന്ന ആളാണ്. നേരിട്ട് കാണുന്നതാണ്. പറയട്ടെ, മേയർ പറഞ്ഞു. സമയം തരണം. പറയൂ. ഞാൻ പറയാം. കാരണം എന്ന് വെച്ചാൽ ഇതിപ്പോ ഇന്നലെ രാവിലെ 11 മണി മുതൽ ഞാനിത് നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണല്ലോ. അപ്പോൾ എനിക്കത് പറയാനുള്ളൊരു സമയം തരണം. ഈ കുപ്പികളുമായി ബന്ധപ്പെട്ട് പറഞ്ഞു, അത് നിഷേധിക്കുന്നവർ നിഷേധിക്കട്ടെ. രണ്ടാമത്തത്, എൻ്റെ ചോദ്യം, റെയിൽവേ ഈ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ഇത്ര തന്നെ മാലിന്യം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു മേഖലയാണല്ലോ, സ്വാഭാവികമാണ്. റെയിൽവേക്ക് ഈ മാലിന്യ നിർമ്മാർജ്ജനത്തിൽ നിയമപരമായ എന്ത് കാര്യമാണ് റെയിൽവേ ചെയ്യുന്നത്? അതായത് മാലിന്യ സംസ്കരണം, ഇത്രയും അജൈവ മാലിന്യം ഉണ്ടാകുന്ന റെയിൽവേ എന്ത് മാലിന്യ സംസ്കരണ രീതിയാണ് പിന്തുടരുന്നത് എന്ന് എനിക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, മേയർ ഇന്ന് ADRM പറയുന്നുണ്ടായിരുന്നു, ആ പിറ്റിൽ നിന്ന് വരുന്ന ആ വേസ്റ്റിന് വേറെ ഏതോ ചാനൽ കൂടി പുറത്തേക്ക് ഒഴുക്കാനുള്ള പ്രത്യേക സംവിധാനം റെയിൽവേക്കുണ്ടെന്ന് പറയുകയാണ്. അതിലേക്ക് ഞാൻ പറയാം. ഈ രണ്ടാമത്തെ എന്ന് പറയുന്നത് ട്രെയിൻ കഴുകുന്ന മാലിന്യം ഉൾപ്പെടെയുള്ള ഫീക്കൽ വേസ്റ്റ് ആണ്. അത് ലിക്വിഡ് വേസ്റ്റ് ആണ്. ആ ലിക്വിഡ് വേസ്റ്റ് എവിടെയും ട്രീറ്റ് ചെയ്യപ്പെടുന്നില്ല. കാരണം ലിക്വിഡ് വേസ്റ്റ് ട്രീറ്റ് ചെയ്യപ്പെടണമെങ്കിൽ STP ഉണ്ടാകണം.
STP റെയിൽവേക്കില്ല. ഈ കെട്ടിടത്തിനകത്ത് ഞാനിരിക്കുന്ന ഈ കോമ്പൗണ്ടിനകത്ത് റെയിൽവേയുടെ അധികാര പരിധിയിൽ വരുന്നിടത്ത് ഒരു STP കാണിച്ചു തരാൻ വേണ്ടി കഴിയുമോ? പിന്നെ നമുക്ക് STP അല്ലാതെ മറ്റൊരു സംവിധാനമുണ്ട് എന്ന് പറഞ്ഞാൽ മറ്റൊരു ഡീസലും പെട്രോൾ ഉപയോഗിക്കുന്ന KSRTC അല്ല, ഇതിപ്പോ റെയിൽവേക്ക് പോരായ്മ റെയിൽവേയുടെ ഭാഗത്തുനിന്നുണ്ടായ കാര്യം പറയുമ്പോൾ KSRTC എന്ന് പറയുന്നതാണോ അതിനകത്തുള്ള ന്യായം? KSRTCക്ക് ഉണ്ടോ എന്നുള്ളത് നഗരസഭ പരിശോധിച്ചോളാം. KSRTCക്ക് അതുണ്ടോ എന്നുള്ളത് നഗരസഭ പരിശോധിച്ചോളാം. അത് പരിശോധിച്ചോളാം. ഞാൻ പറയട്ടെ, ഇതിൽ പ്രശ്നം എന്താണെന്നറിയോ? ഇതൊന്ന് അദ്ദേഹത്തിന് ഇവിടെ വന്ന് അദ്ദേഹത്തിന് യാഥാർത്ഥ്യം അറിയില്ല. രണ്ടാമത്തത്, ഇത് എന്നെ കൊണ്ട് അദ്ദേഹം പറഞ്ഞ് പൂർത്തിയാക്കാൻ അദ്ദേഹം അനുവദിക്കില്ല. അങ്ങനെ അനുവദിച്ചു കഴിഞ്ഞാൽ ഈ ചാനലിലൂടെ ഇത് കാണുന്ന പ്രേക്ഷകരെല്ലാം ഈ വിഷയം മനസ്സിലാക്കും. അത് സമ്മതിക്കില്ല എന്നുള്ളത് അദ്ദേഹത്തിന്റെ അജണ്ടയാണ്. കാരണം ഞാൻ സംസാരിക്കാൻ തുടങ്ങിയ ആദ്യത്തെ നിമിഷം മുതൽ അദ്ദേഹം ഇതിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് ഞാനൊന്ന് നമ്മുടെ LDFന്റെ ഭാഗമായി അല്ലെങ്കിൽ CPMന്റെ ഭാഗമായി കൗൺസിലർ വരാൻ വൈകിയതുകൊണ്ടാണല്ലോ ഞാൻ ഇതിൽ കയറുന്നതിന് ഒരു കാരണം. നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്, തുടർച്ചയായി മാധ്യമങ്ങളോട് വിഷയങ്ങൾ ബ്രീഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. കേൾക്കുന്നില്ല. ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യം റെയിൽവേയുടെ മാലിന്യം മാത്രമല്ല, അത് തുടക്കം മുതൽ അതിന്റെ ടണലിനടിയിൽ കൂടി ഒഴുകുന്ന മാലിന്യങ്ങൾ റെയിൽവേയുടെ മാലിന്യം മാത്രമല്ല. ആ വിഷയം പറഞ്ഞ് പൂർത്തിയാക്കാൻ സമ്മതിക്കുന്നില്ലല്ലോ. മാലിന്യം വരുന്നതുമായി ബന്ധപ്പെട്ട വിഷയം പൂർത്തിയാക്കാൻ സമ്മതിച്ചാലല്ലേ നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഈ പവർ ഹൗസ് റോഡിൻ്റെ ഇന്നിവിടെ വന്ന് പരിശോധിക്കുമ്പോൾ ഈ റെയിൽവേയുടെ കെട്ടിടത്തിൻ്റെ ഒരു ഭാഗത്തുള്ള 4 ടോയ്ലറ്റുകൾ അല്ലെങ്കിൽ 3 ടോയ്ലറ്റുകൾ, പുറത്തുനിന്ന് നോക്കുമ്പോൾ 3 കാണുന്നത്, 4 ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. 4 ടോയ്ലറ്റിലെയും ടോയ്ലറ്റ് മാലിന്യം ഓപ്പൺ ചെയ്ത് ഈ നമ്മുടെ ആമയിഴഞ്ചാൻ തോടിലേക്ക് തുറന്നു വെച്ചിരിക്കുകയാണ്. ഇപ്പോഴും നമുക്ക് വേണമെങ്കിൽ ഈ ക്യാമറയിലൂടെ വേണമെങ്കിലും കാണിച്ചു തരാൻ ഞാൻ തയ്യാറാണ്. നേരത്തെ ശ്രീ സലീം മാലിക് എന്ന് പറയുന്ന നമ്മുടെ തന്നെ റിപ്പോർട്ടർ ആ വിഷയം ഈ ലൈവിൽ ചൂണ്ടിക്കാണിക്കുന്നു. അവർ നിൽക്കുമ്പോൾ തന്നെ നമ്മളവിടെ ഈ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അടക്കം മാലിന്യം അതിൽ നിന്ന് ഒഴുകി വരുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനെന്ത് മറുപടിയാ പറയാൻ കഴിയുക? എന്ത് സംവിധാനമാണുള്ളത് ഇവിടെ? ഇത് ചെയ്യാൻ വേണ്ടി STP ഇല്ല, ETP ഇല്ല, അജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനമില്ല, ജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനമില്ല. ഇതൊന്നും നമ്മൾ ഇന്ന് ചർച്ച ചെയ്യണമെന്ന് തീരുമാനിച്ചതല്ല. ഇതൊക്കെ നമ്മൾ വരുന്ന ദിവസങ്ങളിൽ റിട്ടേണായി തന്നെ തിരുവനന്തപുരം നഗരസഭ എന്നുള്ള നിലയിൽ റെയിൽവേ നടത്തേണ്ട കാര്യങ്ങൾ, റെയിൽവേ എങ്ങനെയാണ് മാലിന്യ സംസ്കരണം നടത്തേണ്ടതെന്ന് നഗരസഭയെ ബോധ്യപ്പെടുത്തേണ്ടി വരും എന്നുള്ള കാര്യം ഞാൻ അവരെ അറിയിച്ചിട്ടുണ്ട്. ഇപ്പൊ DRM അതിനുശേഷം വന്നു. DRM എന്താ പറഞ്ഞത്? ഇനി തുടർ വികസനത്തിന്, തുടർ കാര്യങ്ങൾക്ക് നഗരസഭയുടെ സഹായം അഭ്യർത്ഥിച്ച് അദ്ദേഹം പോയി. കാരണം അവർക്ക് മനസ്സിലായി ഇതിനകത്തുള്ള അപകടം അവർക്ക് മനസ്സിലായി. മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന മാലിന്യവുമായി ബന്ധപ്പെട്ട് ഞാനൊരു വാക്ക് പറഞ്ഞിട്ട്, മുനിസിപ്പൽ ആക്ടിനകത്ത് റെയിൽവേ അല്ല എല്ലാവരുടെയും ഇതിലെ കാര്യങ്ങളിൽ ശുചീകരണവുമായി ബന്ധപ്പെട്ട് നടപടിയെടുക്കാനുള്ള അവകാശം മേയർക്ക് കൗൺസിലിനുണ്ട്. നിങ്ങളത് ചെയ്യണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ശരി, ഞാൻ മേയർ തിരക്കിലാണെന്ന് അറിയാമെങ്കിലും അല്പസമയം കൂടി തുടർന്ന് അഭ്യർത്ഥിക്കണം. അല്പസമയം കൂടി. എസ് ജെ സഞ്ജീവ്, താങ്കൾ ഈ ആമയിഴഞ്ചാൻ തോടിന്റെ ഈ കാര്യങ്ങളിൽ പലയാവർത്തി ഇടപെടുന്ന ആളാണ്. താങ്കൾക്ക് മേയർക്കും JRനൊക്കെ മറുപടി കൊടുക്കാൻ ഉണ്ടാകാം. പക്ഷേ എൻ്റെ ചോദ്യം ഒരു സാധാരണ മനുഷ്യൻ്റെ ഔത്സുക്യത്തിലെ ചോദ്യമാണ്. എസ് ജെ സഞ്ജീവ്, ഇവിടെ ADRM സംസാരിക്കുമ്പോൾ ഒരാൾ ചോദിക്കുന്നുണ്ടായിരുന്നു, നേവി വന്ന് റെയിൽവേ പാളം പൊളിക്കണമെന്ന് പറഞ്ഞാൽ പൊളിക്കോ ചോദിക്കുന്നുണ്ടായിരുന്നു. സൗകര്യപൂർവ്വം ADRM മറുപടി പറഞ്ഞിട്ടില്ല. സഞ്ജീവ്, വീണത് ഈ പറയുന്ന പാമ്പ് പിടിച്ച മനുഷ്യനല്ല, ഒരു VIP ആണെങ്കിൽ രക്ഷാ ട്രീറ്റ്മെന്റ് ഇങ്ങനെയാവുമോ സഞ്ജീവ്? അല്ല, ഇപ്പൊ ഇവിടെ വീണത് സത്യം പറഞ്ഞ ഒരു പാവം ജോയി ആയതുകൊണ്ടാണ് ഇവര് പ്രത്യേകിച്ചൊന്നും ചെയ്യാത്തത്. പക്ഷെ അത് ഒരു പക്ഷേ ഈ പറയുന്ന 140 പേരിലൊരു MLAയോ നമ്മുടെ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ എല്ലാം ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഇന്നലെ തന്നെ ആ മനുഷ്യൻ ഒരു വലിയ കൂടിപ്പോയ 1 മണിക്കൂറിന് താഴെ തന്നെ ഈ സാധനം ഇവിടെ കറക്റ്റായി ക്ലിയർ ചെയ്യുമായിരുന്നു. ഇത് പക്ഷെ വെറും ഒരു പാവം ജോയി ആയിപ്പോയി. അതുകൊണ്ട് റെയിൽവേയും അത്രയും പ്രാധാന്യം കൊടുക്കത്തുള്ളൂ. ഈ പറയുന്ന നേതാക്കന്മാർ പിന്നെ ഇവരെല്ലാവരും വന്ന് അവിടെ ഇന്നലെ പാതിരാത്രി എല്ലാം അവിടെ ഉണ്ടായിരുന്നു എന്നും മറ്റൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നവർക്ക് മാത്രമേ അവിടെ ഇതുള്ളൂ. ബാക്കി ഇവരവിടെ ചെയ്തു എന്താ അവിടെ ചെയ്തിട്ട് പിന്നെ എന്താ കോർഡിനേഷൻ? ഇന്ന് രാവിലെ മാത്രമല്ലേ NDRFും പോലുള്ള എല്ലാ ടീമുകളും അവിടെ എത്തിയിട്ടുള്ളൂ. ഇവർ ഇന്നലത്തെ ദിവസങ്ങളിൽ ചെയ്യാൻ ഈ പറയുന്നവരെല്ലാം നേരത്തെ എത്തുമായിരുന്നല്ലോ. അപ്പോൾ അതിന്റെ ഇതില്ല. പിന്നെ ഈ പറയുന്ന കത്തിന്റെ ബ്ലെയിമിങ്ങുകളിൽ കേൾക്കപ്പോഴത്തേക്ക് ഇതേപോലെ കത്തല്ല ഇതിപ്പോ നമുക്കൊരു കുറച്ച് സൗകര്യമായി ഈ പരിപാടി കഴിയപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ജില്ലാ കളക്ടറുടെ നേരിട്ട് പോയി ചോദിക്കാൻ പറ്റുന്ന കാര്യമുണ്ട്. അങ്ങനെ ജില്ലാ കളക്ടറിന് കിട്ടുന്ന എല്ലാ കത്തുകളിലും ജില്ലാ കളക്ടറൊക്കെ ഇറങ്ങി പ്രവർത്തിക്കാറോ കൃത്യമായി നമ്മളെയൊക്കെ കേൾക്കാറോ ഹിയറിയോ ചെയ്യാറുണ്ടോ? അല്ലെങ്കിൽ തന്നെ ഇപ്പോ കോർപ്പറേഷനിൽ
അവിടെ കത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പറഞ്ഞു. അഥവാ കത്ത് കൊടുത്തു, ഉദ്യോഗസ്ഥർ കത്ത് കൊടുത്തു, നടപടി എടുത്തിട്ടില്ല. ഇത് ഈ പറയുന്നത് 5-ാം മാസത്തിൽ കൊടുത്തു എന്നാ പറയുന്നത്. ഈ 5-ാം മാസത്തിൽ കൊടുത്ത കത്താണെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് മേയർ അടുത്ത് ഇത് ആരും അവതരിപ്പിച്ചില്ല. കാരണം ട്രിവാൻഡ്രത്തെ ഏറ്റവും ക്രിട്ടിക്കലാണ്. കാരണം ഏറ്റവും വലിയ മഴ പെയ്തത് മെയ് മാസത്തിലായിരുന്നു. ഈ മെയ് മാസത്തിൽ മഴ പെയ്ത സമയത്ത് ഇവിടെ ഇത്രയും വെള്ളപ്പൊക്കം ഉണ്ടായി. അപ്പൊ അഥവാ ഒരു കത്ത് കൊടുത്തു, അവർ റിപ്ലൈ ചെയ്തിട്ടില്ല. മേയറിന് എന്തുകൊണ്ട്, മേയറിന് ഇനോവ കാറിലൊക്കെ ഉണ്ടല്ലോ, മേയറിന് നേരിട്ട് പോയി ഇവരെ കാണുന്ന എന്തെങ്കിലും ഇതുണ്ടോ, അല്ലെങ്കിൽ ഇവരെ വിളിച്ചു വരുത്തുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ മേയറിന്റേതായിട്ടൊരു കത്ത് കൊടുത്തിട്ടുണ്ടോ, ഉദ്യോഗസ്ഥർ കൊടുത്ത ഇതല്ല എന്നുള്ളൂ, മേയറാണോ കത്ത് കൊടുത്തിട്ടുള്ളത്? അപ്പൊ ഇതേപോലത്തെ സാധനമുണ്ട്. അതേപോലെ തന്നെ ജില്ലാ കളക്ടറിന് ദുരന്ത നിവാരണത്തിൽ പുള്ളി തുടർച്ചയായിട്ട് പരാജയം ഉണ്ടെന്ന് പറയാൻ പറ്റുന്ന എനിക്ക് നേരിട്ടുള്ള 3-4 കംപ്ലൈന്റ്സ് ഉണ്ട്. എനിക്ക് അത് ഞാൻ ഇതിന്റെ ഇടയിൽ കൂട്ടുന്നില്ല. പക്ഷെ എനിക്ക് നേരിട്ട് പറയാൻ പറ്റുന്ന 3-4 കാര്യങ്ങളുടെ ദുരന്ത നിവാരണ ചെയർമാൻ എന്നുള്ള രീതിയിൽ പുള്ളിയുടെ പരാജയം ഞാൻ നേരിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോ പിന്നെ മേയർ ഇത്രയും ഇത് പറയുമ്പോഴത്തേക്ക് മേയർ ചിന്തിക്കണം. മേയർ അവിടെ ഓഫീസിൽ വരുന്ന സമയത്ത്, ഓഫീസിൽ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് വെറും നടന്നു വരുന്ന സ്ഥലത്താണ് ഈ ആമഴിഞ്ചൻ തോട് ഉത്ഭവിക്കുന്നത്. അതും ഏറ്റവും ശുദ്ധമായ ഇതായിട്ടാണ് ആമഴിഞ്ചൻ തോട് ഉത്ഭവിക്കുന്നത്. അപ്പൊ ഈ കേരളത്തിലെ മൊത്തം ആൾക്കാർ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് കാര്യം ഇതൊന്നും മനസ്സിലാകത്തില്ല. കാരണം തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഏറ്റവും തൊട്ടടുത്താണ് ആമഴിഞ്ചൻ തോട് ഉത്ഭവിക്കുന്നത്. അവിടെ നിന്ന് വെറും ഒരു 3-4 മാക്സിമം പോയ ഒരു 5 കിലോമീറ്റർ, കാരണം ഇത് വളഞ്ഞു പോകുന്നതുകൊണ്ട് ഒരു 5 കിലോമീറ്റർ വേണമെങ്കിൽ വെച്ചോളൂ. ഈ 5 കിലോമീറ്ററിന്റെ അകത്തുള്ള എന്താ പറയുന്ന ഇതിനിടയിൽ ഇത് എങ്ങനെ കരിക്കട്ടയാവുന്നു? ഈ കരിക്കട്ടയാവുന്നു മാത്രമല്ല റിസർവ് സാറേ, മൊത്തം സ്ലാബാ സഞ്ജീവ്, മൊത്തം സ്ലാബാ. എന്ന് പറഞ്ഞാൽ അതെ, വഞ്ചൂർ കോടതിക്കകത്തൂടെ പോകുന്നു. ഞാൻ രാവിലെ ഡെയിലി നടക്കാൻ പോകുന്ന സ്ഥലമായിരുന്നു. കോടതിക്കകത്തൂടെ പോകുന്നതിനകത്ത് പോലും സ്ലാബിട്ട് മൂടിയേക്കുക. അതെ 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 അതല്ല ഇത് അതിന് പറയാനും എനിക്കുണ്ട്. അത് 2021 എനിക്ക് CPCB സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്ന് ഈ ആമഴിഞ്ചൻ തോട് സ്ലാബിട്ട് മൂടുന്നതായിട്ട് ബന്ധപ്പെട്ട് വഞ്ചൂർ ബാബു എന്ന് പറയുന്ന പുള്ളി, നമ്മുടെ പഴയ സ്പീക്കർ MV ജയകുമാർ, അവിടുത്തെ വാർഡ് കൗൺസിലർ ആയിരുന്ന ഗായത്രി ബാബു, ഇവരെല്ലാവരും ചേർന്നിട്ട് ഒരു വലിയൊരു ക്യാമ്പയിൻ തന്നെ അവിടെ ഉണ്ടായിരുന്നു. അച്ഛാ തോട് മൂടി റോഡാക്കണമെന്ന് പറഞ്ഞായിരുന്നു ബാനർ അവിടെ കുത്തിയിരുന്നത്. ആ ബാനർ, അതിന്റെ ഫോട്ടോസ് എന്റെ ഉണ്ട്. തോട് മൂടി റോഡാക്കുന്ന പരിപാടിയായിട്ടുള്ള ഒരു വലിയ ക്യാമ്പയിൻ, ഒരു പോസ്റ്റർ ഇതുണ്ടായിരുന്നു. ഞാൻ ആ ഫോട്ടോസ് വെച്ചിട്ട് തന്നെ ഞാൻ കേന്ദ്ര ഗവൺമെന്റ് ഉൾപ്പെടെയുള്ളവർക്ക് കംപ്ലൈന്റ് കൊടുക്കുകയും അതിന്മേൽ കേരള പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനോട് അതിനോട് ഹിയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരൊന്നും ഒന്നും ചെയ്യത്തില്ല. കാരണം കേരളത്തിൽ എത്തിക്കഴിയുമ്പോൾ അത് കേരള സ്റ്റൈലാണ്, കേന്ദ്രത്തിൽ നിന്ന് വരുമ്പോഴത്തേക്ക് കേന്ദ്ര സ്റ്റൈലാണ്. ഇപ്പൊ ഇവിടെ അടി എന്താണ്? ഇതിപ്പോ കേന്ദ്രത്തിന്റെ ആണോ കേരളത്തിന്റെ ആണോ ഈ ദുരന്തത്തിന്റെ പ്രശ്നം എന്നുള്ളതാണ് പ്രശ്നം. പക്ഷെ അപ്പോഴും ഈ ജോയിയുടെ വിഷയത്തിൽ വലിയ ചർച്ചയുമല്ല. ഞാൻ ഈ പറയുന്ന പ്രാഥമികമായിട്ട് കാര്യമാണ്. വെറും 3-4 കിലോമീറ്റർ കോർപ്പറേഷന്റെ ഓഫീസിന്റെ തൊട്ടടുത്ത് ഉത്ഭവിക്കുന്ന ആമഴിഞ്ചൻ തോട് എങ്ങനെ ഇവിടെ എത്തപ്പോഴത്തേക്ക് ഇത്രയും മലിനപ്പെട്ട് ഇത് വരുന്നുണ്ട്. പിന്നെ ഇതിൽ മേയർ പറയുന്ന ഒരു സാധനം വെച്ചാൽ റെയിൽവേയുടെ കുറ്റമാണെന്ന് പറയുകയാണെങ്കിൽ അതിന് തൊട്ട് മുമ്പേ ചോദിക്കാനുള്ള ഒരു സാധനമുണ്ട്. ഈ ഇന്ത്യൻ കോഫീസിന്റെ തൊട്ടപ്പുറത്ത് ഉപാസന എന്ന് പറയുന്ന, അല്ലെങ്കിൽ ജുമാ മസ്ജിദ് ലൈൻ്റെ അകത്ത് അവിടുന്ന് വരെ ഓപ്പൺ ആയിട്ട് വരുന്ന ഈ തോട്, അവിടുന്ന് പിന്നെ സ്ലാബിന്റെ അടിയിലൂടെ KSRTC ഗ്യാരേജിന്റെ അകത്താണ് വരുന്നത്. അവിടുന്ന് പിന്നെ ഈ റെയിൽവേയിലോട്ട് പ്രവേശിക്കുന്ന തൊട്ട് മുമ്പേയാണ് ഇന്നലെ പാരാത്രി മേയർ അവിടെ ഉണ്ടായിരുന്നല്ലോ. 12 മണിക്കും 1 മണിക്കും എല്ലാം അവിടെ നിന്ന് നമ്മൾ JCB ഇട്ട് ഈ സാധനം എടുക്കുന്ന സമയത്ത് അവിടെ നിന്ന് ഇവിടുത്തെ സാധനം എടുത്ത് തീർന്നിട്ടില്ല. റെയിൽവേയിൽ പിന്നെയല്ലേ നിങ്ങൾ കയറിയത്, ഇന്നല്ലേ റെയിൽവേയിൽ എത്തിയത്. അതിന് തൊട്ട് മുമ്പേയുള്ള തമ്പാനൂർ റോഡിനോട് ചേർന്ന് RMSന്റെ തൊട്ടിപ്പുറത്ത് കിടക്കുന്ന ഓടയിൽ നിറഞ്ഞു കിടന്ന ആ 2 ഗ്രില്ലിന്റെ അകത്ത് അപ്പുറത്തും ഇപ്പുറത്തും കിടന്ന സാധനം, ആ നിറഞ്ഞു കിടന്ന സാധനത്തില് ഇന്നലെ രാത്രി അത് എടുത്തോട് തീർന്നിട്ടില്ല. അപ്പൊ ഈ സാധനം ഇവിടെ കറക്റ്റായിട്ട് ഒരു പ്രോംപ്റ്റായിട്ട് കൃത്യമായിട്ട് അടക്കി പറക്കി വെച്ചാൽ, അല്ല ഇവിടെ ഇത് വരാതിരുന്നാൽ മാത്രമല്ല റെയിൽവേക്കകത്ത് മാലിന്യം കയറാൻ. പിന്നെ ആ ഗ്രില്ല് ഇന്നലെ അവിടെ ഇട്ടിരുന്ന ഗ്രില്ലിന്റെ അകത്ത് തന്നെ നമ്മൾ ഇന്നലെ അവിടെ നിങ്ങളെ വിഷ്വൽസ് നോക്കിയാൽ മതി. ആ ഗ്രില്ലിന്റെ തന്നെ ഇഷ്ടം പോലെ ചോർന്ന് സാധനങ്ങൾ ഇതിന്റെ അകത്തോട് വരുന്നുണ്ട്. പ്ലാസ്റ്റിക് അവിടെ നിന്നും വരാം. ഇപ്പൊ റെയിൽ എന്ന് പറയുന്ന ആ വാട്ടറിന്റെ കാര്യം മാത്രമല്ലല്ലോ, സിറ്റിയിൽ നിന്നുള്ള മാലിന്യം ഇത്രയും തെർമോക്കോൾ. ശ്രീ MK ഹരിദാസ്, ഇത് ആ പാമ്പ് പിടിച്ച ജോയി, എനിക്കറിയില്ല ഇനി അദ്ദേഹത്തെ ജീവനോടെ പുറത്തെത്തിക്കാൻ കഴിയുമോയെന്നറിയില്ല. ജീവനോടെ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആറ്റിൽ പണ്ട് മണൽ വാരാൻ പോയിക്കൊണ്ടിരിക്കുന്ന ആളാണ്. ഏത് പ്രതികൂല സാഹചര്യത്തിലും പിടിച്ചു നിൽക്കാൻ കഴിവുള്ള, നന്നായി അസാധ്യമായി നീന്തലറിയാവുന്ന ആളൊക്കെയാണ് കേട്ടോ. അതേ പിടിച്ചു നിന്ന് കരക്കേറി വരട്ടെ, അങ്ങനെയെങ്കിൽ അത് മഹാത്ഭുതം വരട്ടെ. പക്ഷേ ഈ ഒരു ദുരന്തമുഖത്ത്, അല്ലെങ്കിൽ ഈ ഒരു ദുരന്തത്തിലെങ്കിലും ഈ ക്ലീനിങ് പ്രോസസ്സ് നന്നായി കിട്ടുമോ ശ്രീ MK ഹരിദാസ്? ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇവിടെ ഈ മേയർ പറഞ്ഞതും ശിവൻകുട്ടി ഇന്ന് ഉച്ചവരെ മാധ്യമങ്ങളിൽ പറഞ്ഞതൊക്കെ എന്താണെന്നറിയോ? ഇത്തരം ഒരു ദുരന്തം ഉണ്ടായ ശേഷം ഉള്ള കാര്യങ്ങളാണ് ഇവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത്തരം ഒരു ദുരന്തം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രീ സജീവ് ഇവിടെ പറഞ്ഞത് തന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത്. ഈ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ എത്ര കൊല്ലത്തെ പഴക്കമുണ്ട് ശ്രീ ഹാഷ്മി?
ഈ അവിടുത്തെ റെയിൽവേക്കും അവിടുത്തെ ടണലിനും എത്ര കൊല്ലത്തെ പഴക്കമുണ്ട്? ഈ ഒരു സുപ്രഭാതത്തിൽ ഇത്തരം ഒരു സംഭവം ഉണ്ടായത് റെയിൽവേയുടെ മാത്രം അനാസ്ഥ കൊണ്ടാണെന്ന് ഞാൻ നേരത്തെ മുഴുവൻ പറയുന്നതിന് മുമ്പ് ഹാഷ്മിയുടെ ഈ 24-ന്റെ ചർച്ച തന്നെ ഞാൻ കുളമാക്കിയോ എന്ന് എനിക്ക് സംശയം തോന്നി. അപ്പോൾ ഈ റെയിൽവേക്ക് 2-3 ലെറ്ററുകൾ അയച്ചു, ആ ലെറ്ററിൻ്റെ റഫറൻസ് നമ്പർ പുഴുങ്ങി തന്നത് കൊണ്ട് പരിഹരിക്കാവുന്നൊരു പ്രശ്നമാണോ ഇത്? 117 മീറ്ററിലെ ആമയിഴഞ്ചാൽ തോട് എന്ന് പറയുന്ന സാധനം തുടങ്ങുന്നത് ഈ റെയിൽവേയുടെ മൂലക്കിലും അത് അവസാനിക്കുന്നത് റെയിൽവേയുടെ ഈ ടണലിൻ്റെ അപ്പുറത്തുമാണെങ്കിൽ നിങ്ങൾ പറയുന്നതിനൊക്കെ ഞാൻ വകവെച്ച് തരാം. ഇതിനിപ്പോൾ 5 കിലോമീറ്റർ ദൈർഘ്യം ആ നാട്ടുകാരനായ ആ വ്യക്തി പറയുന്ന സമയത്ത് ഇത്തരത്തിൽ മാലിന്യം ഒഴുകുന്ന ഒരു തോട് അവസാനം വന്ന് ഈ ടണലിൻ്റെ അവിടെ വന്നിട്ട് അട്ടിക്കണക്കായിട്ട് മാലിന്യം അടിയുന്ന കാര്യത്തിൽ ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ത് ചെയ്തു എന്ന ചോദ്യത്തിന് മറുപടി പറയേണ്ടത് മേയർ തന്നെയാണ്. അതിന് റെയിൽവേനെ കുറ്റപ്പെടുത്തിയിട്ട് എന്താ കാര്യമുള്ളത്? പിന്നെ 3-4 നോട്ടീസ് കൊടുത്തത് കൊണ്ട് തീരുന്ന പ്രശ്നമാണോ ഹാഷ്മി ഇത്? 3-4 നോട്ടീസ് കൊടുത്തിട്ട് ഈ റെയിൽവേ നടപടിയെടുത്തിട്ടില്ലെങ്കിൽ അവിടെ കൊണ്ട് തീരുന്നതാണോ നമ്മുടെ നീതി നിയമ നിർവഹണ സംവിധാനം? എന്തൊക്കെ പരിപാടികൾ അതുക്കും മേലെ ചെയ്യാനുണ്ട്. ഇവിടെ ഒരു മുഖ്യമന്ത്രിയില്ലേ, റെയിൽവേ വകുപ്പ് നോക്കുന്നൊരു മന്ത്രി നമുക്കില്ലേ, ഇവിടെ കോടതികളില്ലേ? ഇവരെന്ത് ചെയ്തു? ഒരു ജോയിയെ ബലിയാടാക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽ 3-4 ലെറ്ററിൻ്റെ റെഫറൻസ് നമ്പർ പറഞ്ഞതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും പറയുന്നു, റെയിൽവേ ഈ കാര്യത്തിൽ ഹാഷ്മിയെ പോലുള്ള സത്യസന്ധരായ പത്രപ്രവർത്തകർ പറയുകയാണ് റെയിൽവേയുടെ ഭാഗത്ത് അങ്ങേയറ്റം തെറ്റുണ്ട്. അവിടുന്ന് 4 റെയിൽവേയുടെ ബോട്ടിൽ കിട്ടിയതൊക്കെ റെയിൽവേയാണ് കുറ്റക്കാരെന്ന് ചാർത്താൻ മാത്രമുള്ള തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം റെയിൽവേ വലിച്ചെറിയുന്നതല്ല, നമ്മുടെ പരിസര മലിനീകരണത്തിലുള്ള നമ്മുടെ ശ്രദ്ധ കൊണ്ട് ഒരു പക്ഷേ ഞാൻ അവിടെ വന്നാൽ ഞാനും വലിച്ചെറിഞ്ഞിട്ടുണ്ടായിരിക്കും ആറ്റിലേക്ക്. കാരണം എന്താ, ഇത് വലിച്ചെറിയുന്നതിനപ്പുറത്ത് നിന്ന് ഒരുപാട് കുപ്പികളും ഒരുപാട് പ്ലാസ്റ്റിക് മാലിന്യവും ഒലിച്ചു വരുന്നില്ലേ ഹാഷ്മി? അപ്പം ഹാഷ്മി പറയുകയാണ് 1-ാം പ്രതിസ്ഥാനത്ത് റെയിൽവേ ആണെങ്കിൽ 2-ാം പ്രതിസ്ഥാനത്ത് കോർപ്പറേഷനും 3-ാം പ്രതിസ്ഥാനത്ത് അനാസ്ഥ കാണിച്ച നമ്മുടെ സംസ്ഥാന സർക്കാരുമാണ്. എനിക്കതിൽ ഒരു വിയോജിപ്പില്ല, മറുപടി പറയേണ്ടതെന്ന കാര്യം എനിക്കതിലൊരു വിയോജിപ്പില്ല. ഈ സംഭവത്തിലെ 1-ാം പ്രതി, ഈ സംഭവത്തിലെ പർട്ടിക്കുലർ സംഭവത്തിൽ 1-ാം പ്രതി റെയിൽവേ ആണെങ്കിൽ ആമയിഴഞ്ചാൻ തോട് അത്തരത്തിൽ അനാസ്ഥയിലാവുന്നതിന് 1-ാം പ്രതി നഗരസഭയാണ്, സർക്കാരാണ്. JR നേരത്തെ പറഞ്ഞു പൂർത്തിയാക്കുള്ളൂ. മറുപടി പറയാൻ അംശു വാമദിനെത്തിയിട്ട് CPM കൗൺസിലർ JR. അല്ല, ഈ ഞാൻ പറഞ്ഞല്ലോ 13 കിലോമീറ്ററാണ് ഏകദേശം ഈ ഇപ്പോൾ ഓട ഉള്ളത്. അതിൽ 117 മീറ്ററാണ് റെയിൽവേക്കുള്ളത്. ഞാൻ റെയിൽവേയുടെ ന്യായീകരിക്കല്ല. അവിടെ റെയിൽവേ ഉൽപ്പാദിപ്പിക്കുന്ന റെയിൽവേയിൽ ഉണ്ടാകുന്ന വേസ്റ്റുകൾ കൊണ്ട് അവിടെ ഈ താഴെ ഡംപ് ചെയ്ത് അങ്ങ് നിറയ്ക്കുന്നു എന്നാണ് ഇപ്പോൾ മേയർ പറഞ്ഞത് അർത്ഥം. അതേസമയം നിങ്ങൾ ആ ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ അവിടെ ഒന്ന് നോക്കുക, അത് കഴിഞ്ഞിട്ട് KSRTCൻ്റെ നോക്കുക, ആ സ്ഥലത്തൊക്കെ എങ്ങനെയാണ് ഓട വരുന്നത്. അവിടെ ഇവിടെ ഉണ്ടല്ലോ നമ്മുടെ രാജാജി നഗർ, പഴയ ചെങ്കച്ചുള, അവിടെ തൊട്ട് ആ ഇതുവഴി ഈ ഇന്ത്യൻ കോഫി ഹൗസിന്റെ അതുവഴി വരുന്ന തോടിന്റെ വീതി അവിടെ ഈ മേയർ കാണുമല്ലോ, അതിന്റെ രേഖകള് പരിശോധിച്ച് നോക്കുക. അതെല്ലാം സ്ലാബിട്ട് മൂടിയിരിക്കുക. അല്ല, ഞാൻ ഈ സിറ്റിയുടെ അകത്ത് പറഞ്ഞതേ ഉള്ളൂ. അതെല്ലാം മൂടിയിരിക്കുക. ഞാൻ ചോദിക്കട്ടെ, ഓപ്പറേഷൻ എന്താ തുടക്കത്തിൽ ഞാൻ പറയട്ടെ, ഈ ഒരു സംഭവത്തിന്റെ ചൂട് പിടിച്ചുകൊണ്ടെങ്കിലും ഈ ഓടകളുടെ മുകളിൽ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന ഈ എടുപ്പുകൾ എടുത്തു മാറ്റാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധമാണെന്ന് പറയാൻ മേയർ കഴിയുമോ? ഗവൺമെന്റ് കഴിയുമോ? നമുക്ക് ഈ ഒരു ഇൻസിഡന്റ് നിർഭാഗ്യവശാൽ സംഭവിച്ചു. ആ സംഭവത്തിന് വിലയിരുത്തിക്കൊണ്ട് തന്നെ നമുക്ക് പറയാൻ കഴിയുമോ ഈ ഓടകളുടെ മുകളിലുള്ള എടുപ്പുകൾ എടുത്തു കളയാൻ തയ്യാറാകുമോ? അങ്കിൽ പറയാം. ഇതാരെങ്കിലും പഴിചാളുക. നിങ്ങൾ ആലോചിച്ച് നോക്കണം. വിളപ്പിൽ ഈ എല്ലായിടത്തും മഴ ചതിക്കുന്നു എന്നാണ് പറയുന്നത്. തിരുവനന്തപുരത്ത് മഴ വരുന്നത് രക്ഷയാണ്. കാരണം ഈ റോഡിലും മൂലയിലും മുക്കിലും വിട്ടിരിക്കുന്ന ഈ വേസ്റ്റുകളെല്ലാം ഈ കനാലിലേക്ക് കൊണ്ടുപോകും. ആളുകൾക്ക് നടക്കാനെങ്കിലും പറ്റും. മറ്റു സ്ഥലത്ത് മഴ ഒരു കണക്കിന് തിരുവനന്തപുരത്തെ രക്ഷിക്കുകയാണ്. എന്താ വിളപ്പിൽശാല ഉണ്ടായ സംഭവം എന്ന് ഹാഷ്മിക്ക് അറിയാമോ? 300 ടൺ ഒരു ദിവസം അവിടെ എത്തിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. അവസാനം ഈ കൊണ്ടുചെന്ന് എത്തിക്കുന്നതെല്ലാം അവിടെ ഡംപ് ചെയ്തു. ഹൈക്കോടതിയിൽ ഒരു കമ്മീഷൻ ചെന്ന് നോക്കിയപ്പോഴാണ് അറിയുന്നത് 90 ടൺ സംസ്കരിക്കുന്നതിനുള്ള മിഷനാണ് അവിടെ വച്ചിരുന്നത്. 300 ടൺ അവിടെ എത്തിക്കാനുള്ള കരാറും 90 ടൺ സംസ്കരിക്കാനുള്ള മിഷനും. അതേസമയം ഈ കൊണ്ടുചെന്ന് എടുക്കുന്നതെല്ലാം അവിടെ ഡംപ് ചെയ്ത് അവിടെ ദുരിതമായി മാറിയതിന്റെ പേരിലാണ് ഇന്ന് ഈ കോർപ്പറേഷനിലെ ഈ ജനങ്ങൾ ഈ ദുരന്തം. അതിന് പിന്നാലെ വിളപ്പിശാല പൂട്ടി. അംശു വാമദേവൻ അതിന് പിന്നാലെ വിളപ്പിൽശാല പൂട്ടി. ആ വിളപ്പിൽശാലയിലേക്ക് പോകേണ്ട മാലിന്യം അത്രയും ഒരു ഒഴുകുന്ന വിളപ്പിൽശാലയായി ആമയിഴഞ്ചാൻ തോടിലേക്ക് വന്നു. നഗരസഭയോ സർക്കാരോ ശരി, ഈ വിഷയത്തിൽ റെയിൽവേക്ക് പഴിയുണ്ട്, നമ്മളത് പറയുകയും ചെയ്യും. പക്ഷേ അതല്ല, ഈ 117 മീറ്ററിന് അപ്പുറവും ഇപ്പുറവും ആമയിഴഞ്ചാലുണ്ട്. അത് അപ്പുറവും ഇപ്പുറവും കറുത്ത് അഴുകി പുഴുകിത്തന്നെ ഒഴുകുകയാണ്. അതൊരു ഉത്തരവാദിത്വം റെയിൽവേ അല്ല. അംശു
ഹാഷ്മി, ഇതിനകത്ത് നമുക്ക് കൃത്യമായി ആമേരഞ്ചാൻ തോടിലെ ശുചീകരണത്തിനെ സംബന്ധിച്ച് നമുക്ക് ചർച്ച ചെയ്യാം, നഗരത്തിലെ മാലിന്യം ഇതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യാം. പക്ഷേ ഇതിനകത്ത് നിങ്ങളിവിടെ ചർച്ച ആരംഭിച്ചത് ഇതിനെ സംബന്ധിച്ച ഇന്ന് നമ്മുടെ ഒരു മനുഷ്യ ജീവന് വേണ്ടിയിട്ട് നമ്മളവിടെ തേടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അനാവശ്യമായിട്ടുള്ള വിവാദം ഉന്നയിച്ചത് റെയിൽവേയുടെ ഭാഗത്ത് നിന്നാണ്. ADRM അത്തരത്തിലുള്ള പ്രസ്താവന നടത്തിയത് കൊണ്ടാണ്, കത്ത് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാണ്. ഇവിടെ ശ്രീ MK ഹരിദാസ് ഇവിടെ സൂചിപ്പിച്ചത് ഏതെങ്കിലും കുറച്ച് ലെറ്ററിന്റെ കത്തിന്റെ റഫറൻസ് പുഴുങ്ങി തിന്നാലാവോ എന്നുള്ളതാണ്. പുഴുങ്ങി തിന്നിയാൽ ആകില്ല മിസ്റ്റർ ഹരിദാസ്. ആ നിലയിൽ ഹരിദാസിനോട് ഞാൻ മറുപടിയും പറയുന്നില്ല, ആ സംസ്കാരത്തിൽ ഞാൻ പറയുന്നുമില്ല. ഈ കൃത്യമായി മേയർ പറഞ്ഞതാണ്, ഇങ്ങനൊരു വിഷയമുണ്ടായത് റെയിൽവേയുടെ കോമ്പൗണ്ടിനകത്താണ്, റെയിൽവേക്ക് ഉത്തരവാദിത്തമുള്ള സ്ഥലത്താണ്. അത് തന്നെയാണ് പറഞ്ഞത്. നിങ്ങളപ്പോൾ ഈ ചർച്ചയെ കൊണ്ടുപോകുന്നത് ആമ്പഴഞ്ചാൻ തോടിലെ മുഴുവൻ മാലിന്യം നീക്കുന്നതിനെ സംബന്ധിച്ചാണ്. അതിലേക്ക് വരാം. നിങ്ങൾ ഈ സ്പെസിഫിക് കാര്യത്തിനകത്ത് മറുപടി പറയുമ്പോൾ എന്തിനാണ് റെയിൽവേയെ സഹായിക്കാൻ പത്മകുമാർ പാടുപെടുന്നതെന്ന് മനസ്സിലാക്കാം. MK ഹരിദാസ് എന്തിനാണ് ഇത്രയ്ക്ക് പാടുപെടുന്നത്? റെയിൽവേക്ക് എന്ത് റഫറൻസ് ലെറ്റർ അയച്ചതിന്റെ എന്ത് റഫറൻസിലാണ് കുഴപ്പം എന്ന് മുതൽ തുടങ്ങിയതാ. അതിന് നടപടിക്രമമില്ലേ? ആദ്യം പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഒരു മീറ്റിംഗ് വിളിക്കുന്നു. ആ മീറ്റിംഗ് വിളിച്ചിട്ട് ആ മീറ്റിംഗിലെ തീരുമാന പ്രകാരം ഇത് അടിയന്തരമായ ആ കൾവെട്ട് നീക്കം ചെയ്ത് അവിടുത്തെ ഈ മാലിന്യ കൂമ്പാരം മാറ്റണമെന്ന് പറയുന്നു. അങ്ങനെ പറയുന്നത് എന്താണോ? 7/5/2024 ലെറ്ററാണ് ആ കൊടുത്തിരിക്കുന്നത്. പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ കൂടിയ മീറ്റിംഗ് ആണ്. അതിന് തൊട്ട് മുമ്പ് പിന്നെയും കൂടിയിട്ടുണ്ട്. ഈ പ്രിൻസിപ്പൽ ഡയറക്ടറുടെ നേതൃത്വത്തിൽ തന്നെ 13/4/2024 ഒരു യോഗം കൂടിയിട്ടുണ്ട്. ആ യോഗത്തിന് ശേഷം പിന്നെ നഗരസഭാ സെക്രട്ടറി 7/5/2024 ലെറ്റർ അയക്കുന്നത്. ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിനുശേഷമാണ് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ചെയർമാൻ എന്നുള്ള നിലയിൽ അദ്ദേഹം അയക്കുന്നത് ലെറ്റർ അല്ല, ഓർഡറാണ്. ഒരു ഓർഡർ കൊടുത്തിരിക്കുകയാണ് റെയിൽവേക്ക് ഇത് മാറ്റണമെന്ന് പറഞ്ഞിട്ട്. പിന്നെ നഗരസഭാ മേയറുടെ നേതൃത്വത്തിൽ വീണ്ടും യോഗം കൂടി. ആ യോഗത്തിനകത്ത് DRM പങ്കെടുക്കുന്നില്ല, ADRM പങ്കെടുക്കുന്നില്ല, ഉത്തരവാദിത്തപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനും പങ്കെടുക്കുന്നില്ല. നേരിട്ട് സർക്കാർ കേന്ദ്ര സർക്കാരോട് പറയണ്ടേ? മര്യാദയോട് കാണിക്കുകയാണ്, ഇത് മാറ്റിത്തരാൻ പറയണ്ടേ? അങ്ങനെ ഉണ്ടായോ? ഇത് അങ്ങനെ ഉണ്ടാവുകയല്ലേ നിരന്തരമായി? ഞാൻ ചോദിക്കട്ടെ ഹാഷ്മി, ഞാൻ ചോദിക്കട്ടെ, ഒരു റെയിൽവേ എന്ന് പറയുന്ന ഒരു സംവിധാനം കേൾക്കാം. അല്ല, ഞാൻ പറയുന്നത് ഈ വർഷത്തെ പ്രശ്നമല്ല. റെയിൽവേ നമ്മൾ നിരന്തരം ഏറ്റുമുട്ടലാണ് റെയിൽവേയുമായി. അപ്പൊ അറിയാം ഇവര് സഹകരിക്കുന്നവരല്ലെന്നറിയാം. അടുത്ത സ്റ്റെപ്പിലേക്ക് പോകണ്ടേ സാർ? ഹാഷ്മി, ഞാനാ പറയുന്നതിന് ഒന്ന് ഹാഷ്മി കേൾക്കാൻ തയ്യാറാവുക. ഞാൻ ഒരു കാര്യം ഞാൻ പറയട്ടെ. റെയിൽവേയുമായുള്ള ഏറ്റുമുട്ടൽ എന്താണെന്നാണ് പറയുന്നത്. നഗരസഭയ്ക്ക് അകത്ത് കയറി അങ്ങനെ ചെയ്യാൻ കഴിയില്ല ഹാഷ്മി, അങ്ങനെ ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ചെയ്തതിന് ഞങ്ങളുടെ ഒരു ഹെൽത്ത് ഇൻസ്പെക്ടറും ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറും ഇപ്പോഴും ക്രിമിനൽ കേസുകൾ പ്രതിയായിട്ട് കേസ് പറയാണ്. റെയിൽവേ കോടതികൾ കയറി ഇറങ്ങുകയാണ്. സഖാവ് VK പ്രശാന്ത്, വട്ടിയൂർക്കാവിന്റെ MLA VK പ്രശാന്ത് MLA ആയിരുന്ന മേയർ ആയിരുന്ന സമയത്ത് ഇതുപോലെ റെയിൽവേ ഈ മാലിന്യം നീക്കാത്തതിന്റെ ഭാഗമായി ഞങ്ങൾ അവിടെ അകത്ത് കയറി. ആ ഉദ്യോഗസ്ഥർക്കെതിരെ ഇപ്പോഴും ഉത്തരവാദിത്തം ആർക്കാണ്? നിങ്ങൾക്കാണ്, നഗരസഭയ്ക്കാണല്ലേ? ആ നഗരത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട നഗരസഭയിലെ ഒരു ഭാഗത്ത് 117 മീറ്ററിൽ ഈ റെയിൽവേ ഇങ്ങനെ മുഖം തിരിഞ്ഞു നിൽക്കുന്നുവെങ്കിൽ നമ്മൾ നിസ്സഹായരാവുകയാണോ ചെയ്യേണ്ടത്? കേസെടുത്താൽ നിസ്സഹായരാവുകയാണോ ചെയ്യേണ്ടത്? അതിന് നിയമപരിപാടി എടുക്കല്ലേ? അതിന്റെ ബാക്കി നടപടികളിലേക്ക് പോവുകയാണ്. അവിടെ നഗരസഭ അതിനാണ് ഡിസാസ്റ്റർ ഹാഷ്മി. ഇതിനൊരു നടപടിക്രമമില്ലേ? ഒരു ദിവസം രാവിലെ നമ്മളൊരു വീട്ടിനകത്ത് അതിർക്കമിച്ച് കയറുന്നത് പോലെ ചെന്ന് കയറാൻ കഴിയില്ല. അതാ ഞാൻ പറയുന്നത്. ആ മുനിസിപ്പാലിറ്റി ആക്ടിന്റെയും ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിന്റെയും വകുപ്പ് അനുസരിച്ച് ആ പ്രൊസീജിയർ അനുസരിച്ച് അവർക്ക് ലെറ്റർ കൊടുത്തിട്ടാണ്. അത് MK ഹരിദാസിന് അറിയാത്തതാണ്. അതുപോലെ തന്നെ GPRCയിലുള്ള നമ്മുടെ പ്രതിനിധിക്ക് അറിയാത്തതാണോ? ആ പ്രൊസീജിയർ അനുസരിച്ച് കൊടുത്തിട്ടുണ്ട്. ആ ലെറ്റർ കൊടുക്കണ്ടേ? ഒരു ദിവസം രാവിലെ ഹാഷ്മി നമുക്ക് ഓടിച്ചെന്ന് അവിടെ ചെയ്യാൻ കഴിയുമോ? അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ചാനൽ തന്നെ കൊടുക്കില്ലേ? നഗരസഭയുടെ അതിക്രമത്തെ സംബന്ധിച്ച് നിങ്ങൾ കൊടുക്കില്ലേ? അപ്പോൾ നിയമപ്രകാരം നഗരസഭ ചെയ്തു എന്ന് പറയുന്നത് നമ്മൾ ഇതിനകത്ത് ചർച്ച ചെയ്യുന്ന ഒരു കാര്യം. പോലെ നമുക്ക് ചർച്ച ചെയ്യാം. ഇല്ല അല്ല, ഞാൻ പറയുന്നത് യാശ്വി, ഞാൻ നിങ്ങളെ 24 ചാനലിലല്ല പറഞ്ഞത്, ഞാനൊരു പൊതു സംവിധാനത്തെയാണ് ഞാൻ പറഞ്ഞത്. നോക്ക്, ഇപ്പൊ 24 മണിക്കൂറിനുള്ളിൽ ഹൈക്കോടതിയിൽ നിന്ന് നിങ്ങൾക്കൊരു ഉത്തരവ് എടുക്കാം, അറിയോ?
മിസ്റ്റർ ഹരിദാസ്, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ബെയിലി കൊടുത്തു എന്ന് പറയുമ്പോഴും നിങ്ങൾക്ക് റെയിൽവേ കുറിച്ച് മിണ്ടാൻ നിങ്ങൾ നാവ് പൊന്തുന്നുണ്ടോ? മിസ്റ്റർ MK ഹരിദാസ്, നിങ്ങൾ ആരെയാണ് പേടിക്കുന്നത്? മിസ്റ്റർ ഹരിദാസിന്റെ നാവ് റെയിൽവേക്കെതിരെ പൊന്തുന്നുണ്ടോ? ജോയിക്ക് വേണ്ടി നിങ്ങൾ വിലപിക്കുമ്പോ സുരക്ഷാ സംവിധാനവും ഇല്ലാതെ നിങ്ങൾക്ക് പറയുന്നുണ്ടോ? നിങ്ങളൊന്നും പറയണ്ട. നിങ്ങളുടെ വാക്കുകൾക്കിടയിൽ, നിങ്ങളുടെ പറഞ്ഞ വാക്കുകൾക്കിടയിൽ നിങ്ങൾ ഒരു കാര്യത്തിൽ തർക്കമില്ല. ആമയിഴഞ്ചാൻ തോടിന്റെ മാലിന്യത്തിന് ഉത്തരവാദിത്വം റെയിൽവേ അല്ല, അത് കോർപ്പറേഷൻ സർക്കാരാണ്. പക്ഷേ ഒരു സുരക്ഷാ ക്രമീകരണവും ഇല്ലാതെ, ഒരു മാസ്ക് പോലും കൊടുക്കാതെ, ഒരു PP കിറ്റ് പോലും കൊടുക്കാതെ 1500 രൂപ എന്ന് പറയുന്ന പണം കൊടുത്ത് മാത്രം ഒരാളെ ഇറക്കി വിട്ട ഉത്തരവാദി റെയിൽവേ മാത്രമാണ്. തിരികെ വളരെ ശേഷം സഞ്ജീവ്, ഇന്നിപ്പം ജോയി ജീവനോടെ വരട്ടെ, അതാണ് നമ്മുടെ പ്രാർത്ഥന, പ്രതീക്ഷ. ജോയി ജീവനോടെ ആണെങ്കിലും അല്ലാതെ ആണെങ്കിലും ഈ 2 ദിവസം കൊണ്ട് നമ്മൾ ഈ ചർച്ച വീണ്ടും നിർത്തും. മാധ്യമങ്ങൾ ഇതിൽ നിന്ന് പിന്നേക്ക് പോകും. ഈ പറയുന്ന എല്ലാവരും ഈ ചർച്ച പിന്നെ അവസാനിപ്പിക്കും. ആമയിഴഞ്ചാൻ തോടിൻ്റെ തിരുവനന്തപുരത്തിൻ്റെ വിധി എല്ലാ കാലത്തും അത് കറുത്തഴുകി ഒഴുകാനും അതിൻ്റെ കരയ്ക്ക് നിന്ന് മൂക്കുപൊത്താനും അവിടെ മഴ പെയ്യുമ്പോഴേക്കും വെള്ളം നിറയാനുമാണ്. അക്കാര്യം തർക്കമുണ്ടോ സഞ്ജീവ്? ഇല്ല, ഒരു തർക്കമില്ല. കാരണം ഇപ്പൊ ഇതില് മറ്റേ ഈ പ്രതിപക്ഷത്തുള്ള JR പത്മകുമാറും മറ്റുള്ളവരൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെയിം ചെയ്യപ്പെടുത്തേക്ക് ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പൊ നാളെ മറ്റന്നാൾ ഇത് കഴിഞ്ഞ് ഇവരെല്ലാം വിട്ടുപോകും. പക്ഷെ നമ്മളെപ്പോലുള്ള കുറച്ച് ആൾക്കാർ അങ്ങനെ വിട്ടുപോകാറില്ല. നമ്മളിത് സീരിയസ് ആയിട്ട് തന്നെ എടുക്കുന്ന ആൾക്കാരാണ്. അതിന് ഒരു ഉദാഹരണം വെച്ചാൽ 2021 മെയ്യില് ഇതേ മേയറായിരുന്ന ആര്യരാജേന്ദ്രന്റെ കൂടെ ഒരു വലിയ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് അന്ന് ആ സമയത്താണ് തമ്പാൻ ഒരു പെട്ടെന്നുള്ള ഒരു വെള്ളപ്പൊക്കം ഉണ്ടായത്. അന്ന് ഇവിടെ ഈ മേയറും ഇതേ റെയിൽവേ ആൾക്കാരുമായിട്ട് വലിയൊരു ക്ലാഷ് ഉണ്ടാവുകയും അന്ന് ന്യൂസ് മീഡിയയിലെല്ലാം വളരെ പ്രധാനപ്പെട്ട സാധനമാണ്. അത് ജനങ്ങളായ നമ്മൾ മറന്നിട്ടില്ല. പക്ഷേ പ്രതിപക്ഷമായ JR പത്മകുമാർ സാർ ഉൾപ്പെടെയുള്ളവർ അത് മറന്നു എന്നാണ് തോന്നുന്നത്. കാരണം അപ്പൊ അന്ന് അങ്ങനെ ഒരു തിക്താനുഭവം ഉണ്ടായ മേയർക്ക് ഇപ്പം ട്രിവാൻഡ്രത്ത് ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടായ ഏറ്റവും കൂടുതൽ പണ്ടോട്ടെ അത് ചെന്നൈ ഇവിടെ ജനിച്ച് ഇപ്പൊ ഈ കാലത്ത് 40 വയസ്സായിട്ടുള്ള എല്ലാവർക്കും അറിയാം തിരുവനന്തപുരം തമ്പാനൂര് കേരളത്തിലെ മൊത്തമേക്കും അറിയാം ഇവിടെ തിരുവനന്തപുരത്ത് വെള്ളം കയറും എന്നുള്ള. അപ്പൊ അന്ന് 2021 റെയിൽവേ ആയിട്ട് ക്ലാഷ് ഉണ്ടായി. അപ്പൊ റെയിൽവേ ആയിട്ട് ക്ലാഷ് ഉണ്ടാവുമ്പോഴത്തേക്ക് എന്താ ഇങ്ങനെ ഒരു സാഹചര്യം വരുമെന്ന് നേരത്തെ അറിയാവുന്നത്. അതിന് ഇൻഡിക്കേഷൻ ഇവർ കൊടുത്ത 7-ാം തീയതിയാണ് കത്ത് കൊടുത്തതെന്ന് പറഞ്ഞാൽ 7-5 കത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് അതിനുശേഷം വേനൽ മഴ കടുത്തതെന്ന് വെച്ചാൽ മെയ് 20 ഇവിടെ കൊടും മഴയായിരുന്നു തിരുവനന്തപുരം സിറ്റിക്കകത്തും എല്ലാം. അപ്പൊ ഈ തിരുവനന്തപുരം സിറ്റിയിലും ഇത്രയും മഴയൊക്കെ ചെയ്യുമ്പം ഒരു കത്ത് 7-ാം തീയതി തൊട്ടോ അത് റൂട്ടീനാണ്. അത് ആദ്യം നിങ്ങളെപ്പോലുള്ള ഒരു ഹാഷ്മിയെ പോലുള്ളവർ മനസ്സിലാക്കേണ്ടത് ഇവർ റൂട്ടീൻ കാര്യങ്ങളാണ് ചെയ്യുന്നത്. ട്രിവാൻഡ്രത്ത് വെള്ളപ്പൊക്കം ഉണ്ടാവുമെന്നും ഇന്ന കാര്യങ്ങൾ കൂടെ അതൊരു പേപ്പർ വർക്ക് ചെയ്ത പോലെ അങ്ങ് ചെയ്തതാണ്. അതുകൊണ്ട് ഇപ്പൊ അവർക്ക് ലോട്ടറിയായി. ഇപ്പൊ അത് പൊക്കി കാണിച്ചിട്ട് പറയുന്നുണ്ട് നമ്മളിതാ ഇത് നടപടി എടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. പക്ഷെ യഥാർത്ഥം പറഞ്ഞാൽ ഇതൊരു റൂട്ടീൻ ചെയ്തതാണ്. റൂട്ടീൻ അല്ല എന്നുണ്ടെങ്കിൽ തെളിയിക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഫോളോ അപ്പിംഗ് കത്ത് കാണിക്കട്ടെ. ആദ്യം കൊടുത്തു, റെയിൽവേ പ്രതികരിച്ചില്ല, അങ്ങനെ 3-4 കാണിക്കട്ടെ. ഇനി വേറെ കേസ് റെയിൽവേക്ക് അങ്ങനെ ഒരു കത്ത് കൊടുത്തു റെയിൽവേ അത് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതും അന്വേഷണ വിധേയമാക്കേണ്ടതാണ്. അത് ഈ പറയുന്ന ഇവിടുത്തെ MP ശശി തരൂർ സാർ ഉൾപ്പെടെയുള്ളവർ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം അങ്ങനെ ഒരു കത്തെങ്കിലും കോർപ്പറേഷന് കിട്ടിയിട്ട് ഇവർ ചെയ്തിട്ടില്ലെങ്കിൽ സത്യം പറഞ്ഞാൽ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ എന്റെ ഒരു ഇതായിട്ടുള്ള പറയുന്ന വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ച് ഉദ്യോഗസ്ഥരും ഇച്ഛാശക്തി ഇല്ലാത്ത രാഷ്ട്രീയക്കാരും അതിൽ പ്രതിപക്ഷമുണ്ട് ഭരണപക്ഷവും ഇവരെല്ലാം കൂടെ ചേർന്ന് നടത്തിയ ഒരു അൺപ്ലാൻഡ് കൊലപാതകമായിരിക്കും ഒരുപക്ഷെ ജോയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാ. ജീവനോട് വരട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ എന്തെങ്കിലും പറ്റിപ്പോവേണ്ട അത് സത്യം പറഞ്ഞാൽ ഇവർക്ക് ഇച്ഛാശക്തി ഇല്ലാത്ത ഈ പരാമർശം നടത്തുന്നത് മനസ്സിലാവുന്നില്ല. അംശു അല്ല സഞ്ജീവ് പിന്നാലെ ഉള്ള ആളാണ് കേട്ടോ. അതെനിക്ക് പറയാം. സഞ്ജീവ് വെറുതെ പറയുന്നല്ല. മുനിസിപ്പാലിറ്റി പിന്നാലെ ഉള്ള ആളാണ്. കണ്ടതുകൊണ്ട് നഗരസഭ ലെറ്റർ അയച്ചെന്നാണോ ശ്രീ സഞ്ജീവ് നിങ്ങൾ പറയുന്നത്? അതുകൊണ്ടാണ് അയച്ചെന്നാണോ പറയുന്നത്? നമ്മൾ ആദ്യം ലെറ്റർ കൊടുക്കുക. ആ ലെറ്റർ കൊടുത്ത പ്രിൻസിപ്പൽ ഡയറക്ടറുടെ നേതൃത്വത്തിൽ യോഗം ചേരുകയാണ് ഇതിനു വേണ്ടി പ്രത്യേകിച്ച്. അപ്പൊ അതൊക്കെ വെറുതെ ആയിരുന്നു സഞ്ജീവ് ഇങ്ങനെ ഉയർത്തി കാണിക്കാൻ വേണ്ടിയായിരുന്നു. നിങ്ങൾ കാതലായ വസ്തുത നിരത്തി നിങ്ങൾ പറയുന്നതിന് അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷെ നിങ്ങൾ കാതടച്ച് വെടിവെച്ചിട്ട് ശരിയാണോന്ന് നിങ്ങൾ ചോദിച്ചു പോകുക. പറഞ്ഞോട്ടെ. എന്റെ ഒരു കത്തിരിപ്പുണ്ട്. മെയ് 2021 ഈ സ്ഥലത്ത് തമ്പാനൂര് നിർഭാഗ്യപരമായ സംഭവം ഉണ്ടായി. ഈ പറയുന്ന കൗൺസിലറോട് നിങ്ങളൊന്ന് ആ ഗൗരീശ വട്ടം
അല്ലെങ്കിൽ ബണ്ട് കോളനി അവിടത്തെ കനാലുണ്ടല്ലോ, ഇത് പാർവതി പത്മകുമാരെ ഗൗരീശോട്ടൊക്കെ കഴക്കൂട്ടത്തൊക്കെ പോവാം. നിങ്ങളിപ്പോ റെയിൽവേയുടെ ഈ സംഭവം ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾ അത് പറ പത്മകുമാരെ. എന്റെ സമയം പൂർണ്ണമായി കഴിഞ്ഞു. എന്തായാലും നമ്മൾ കടന്നു പോകുന്നത് ദൗർഭാഗ്യകരമായ മണിക്കൂറുകൾ കൂടിയാണെന്ന്, നൈരാശ്യമുണ്ടാകുന്ന മണിക്കൂറുകൾ, ഒരു തർക്കം അക്കാര്യത്തിലില്ല. അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരൽ തുടരട്ടെ, അത് നമ്മുടെ ദുർവിധി, നമ്മുടെ വിധി. പക്ഷെ ഒരു കാര്യം നമ്മൾ ആദ്യം പറഞ്ഞത് തന്നെയാണ്, ഈ മണിക്കൂറിൽ അത്രയും അങ്ങേയറ്റം അഴുക്കും പുഴുക്കും മനുഷ്യവിസർജ്യവും നിറഞ്ഞ ഒരു വല്ലാത്ത കുഴിയാണ്. ആ കുഴിയിൽ 10-32 മണിക്കൂറായി കുറച്ച് മനുഷ്യന്മാർ നിൽപ്പുണ്ട്. അവർക്കൊരിക്കൽ കൂടി തലകുനിച്ചാദരവ്. എൻകൗണ്ടർ പൂർണ്ണമാവുന്ന ഇനി വാർത്താമഴ ഉന്മേഷ് വിരാമഞ്ചേരും ഉണ്ടാകും.